നോമ്പുകാല ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. കർത്താവ് നമ്മുടെ കൂടെ ആയിരുന്ന് നമുക്ക് ആ സ്നേഹം മുഴുവൻ തരുന്നതിന്, ഈശോയുടെ വചനം കേട്ട് ഈശോയെ ആരാധിക്കാനും ഈശോയുടെ കൂടെ ആയിരിക്കാനും ഒക്കെ ഈ നോമ്പുകാലത്ത് കർത്താവ് തന്ന അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ട് നോമ്പുകാലത്തിൻ്റെ ഈ ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തേക്ക് നമുക്ക് അടക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം ഇന്നലെ പത്രോസ്ലിഹായ്ക്ക് ലഭിച്ച ആ ഒരു സ്നേഹം, ഈശോയുടെ ഒരു നോട്ടത്തിലൂടെ പത്രോസ്ലിഹായ്ക്കുണ്ടായ ഒരു തിരിച്ചറിവും ഒപ്പം തന്നെ അദ്ദേഹം എടുത്ത ഒരു തിരിച്ചുവരവിനുള്ളൊരു തീരുമാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചു. കിട്ടിയ ബോധ്യങ്ങളെല്ലാം ഓർത്ത് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ബോധ്യങ്ങൾ വചനത്തിലൂടെ നമുക്ക് തന്നതിനെല്ലാം ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ ഹൃദയത്തോട് നമുക്ക് കൂടുതൽ അടുക്കാം. ഈശോയുടെ സ്നേഹം ആഴത്തിൽ അറിയാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമുക്കറിയാം ഈശോയുടെ സ്നേഹം എന്തോരം ഉണ്ടെന്നൊക്കെ നമ്മളോട് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളൊക്കെ കഴുകി ആ പെസഹായുടെ രാത്രി ഈശോ ആരംഭിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ തനിക്കുള്ളവരെ സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചു? അവസാനം വരെ സ്നേഹിച്ചു. പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈശോ തനിക്കുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. യോഹന്നാൻ 13:1. അപ്പോൾ ഈശോ നമ്മളെ എന്തോരം സ്നേഹിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ പത്രോസ്ലിഹായെക്കുറിച്ച് ചോദിച്ചു. പത്രോസ്ലിഹായെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ പത്രോസ്ലിഹ അത്രയും വീണ് പോയിട്ട് സ്നേഹിച്ചില്ലേ? എന്നെ ഈശോ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, എന്നെയും നിങ്ങളെ ഈശോ സ്നേഹിക്കുന്നുണ്ട്. എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അവസാനം വരെ സ്നേഹിക്കുന്നു. അവൻ തനിക്കുള്ളവരെ സ്നേഹിച്ച് അവസാനം വരെ സ്നേഹിക്കുന്നു. എന്നുവെച്ചാൽ ഈശോയ്ക്ക് വലിയൊരു ആഗ്രഹമാണ് നമുക്കിടെ കൂടെ ഇരിക്കാൻ. ഈശോയ്ക്ക് വലിയ ആഗ്രഹമാണ്. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളിങ്ങനെ ആഗ്രഹിക്കും, ഈശോയെ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ, എൻ്റെ സങ്കടങ്ങളിലോ എൻ്റെ വേദനകളിലോ വീഴ്ചകളിലോ ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. പ്രിയപ്പെട്ട സൗരങ്ങളെ, നമുക്ക് ഈശോയുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹമുള്ളതുപോലെ തന്നെ അതിനേക്കാൾ വലിയ ആഗ്രഹമാണ് ഈശോയ്ക്ക് നമ്മുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളിങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഈശോയ്ക്ക് ആഗ്രഹമാണ്. ചില സമയത്ത് നമ്മളിങ്ങനെ ആ സ്നേഹമൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഓടി നടക്കും. നമ്മൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയി വിളിച്ചിരിക്കും. ചിലപ്പോൾ പാപമൊക്കെ ചെയ്ത് ഈശോയുടെ കൺവട്ടത്തു നിന്ന് മറഞ്ഞിരിക്കാനൊക്കെ ശ്രമിക്കും. പക്ഷേ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഈശോയുടെ കൂടെ ഇരിക്കാൻ. ഈശോയ്ക്ക് നമ്മുടെ കൂടെ ഇരിക്കാൻ അത്രയധികമായിട്ടുള്ള ആഗ്രഹമാണ്. ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ പത്രോസ്ലിയെക്കുറിച്ചൊക്കെ ധ്യാനിച്ചപ്പോൾ വായിച്ച അധ്യായങ്ങളിൽ നിന്നാണത്. ലൂക്ക 22 അതിൻ്റെ 15-ാമത്തെ വാക്യം. ഈ പെസഹ ഉടമ്പടിയെക്കുറിച്ചൊക്കെ വായിക്കുമ്പോഴേ ഈ ഒരു വചനം നല്ലതാണ് മനസ്സിലൊന്ന് സൂക്ഷിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ സ്നേഹം പ്രകടമാക്കിയത് ആ ഒരു ഭാഗം വായിക്കുമ്പോൾ ഇതുകൂടെ ചേർത്ത് വായിക്കണം. ലൂക്ക 22, 14, 15. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. വലിയൊരു തിയോളജിയാണല്ലേ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്തുള്ള ഈശോയുടെ ആ ഒരു സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. പെസഹ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്യധികമായി ആഗ്രഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സിമ്പിളായിട്ട് അതിനെന്ത് ചിന്തിച്ചേ, ആ അത്താഴം കഴിക്കാൻ പെസഹ വിശുദ്ധ കുർബാന അതിൻ്റെ ആ തിയോളജിയൊക്കെ നമുക്കറിയാം. വളരെ സിമ്പിളായിട്ടൊന്ന് ചിന്തിക്കുക. ഈശോയുടെ ആഗ്രഹം ഇങ്ങനെ പറയുകയാണ്, ഈ പെസഹ നിങ്ങളുടെ കൂടെ കഴിക്കാൻ ഞാൻ അത്യധികമായി ആഗ്രഹിച്ചു. പെസഹ എന്ന് വെച്ചാൽ അന്നത്തെ അവരുടെ പ്രധാനപ്പെട്ട ഒരു അത്താഴം എന്ന് വെച്ചാൽ വളരെ നമ്മുടെ ഒരു നോർമൽ ലാംഗ്വേജ് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഈശോ ഒത്തിരി അധികം ആഗ്രഹിക്കുന്നു, നമ്മുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം ഇത്രയാണ്, നമുക്ക് അത്ര ആഗ്രഹമുണ്ടോ? നമുക്ക് ഈശോയുടെ കൂടെ ഇരിക്കാനൊക്കെ ഒരു ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഈ വലിയ നോമ്പിൻ്റെ സമയത്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ വേണ്ടെന്നൊക്കെ വെച്ച് ഈശോയോടുള്ള സ്നേഹമൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനമായിട്ട് വചനം കേൾക്കുന്ന സമയങ്ങളെല്ലാം ശരിക്കും നമ്മൾ ഈശോയുടെ കൂടെയാണ്, ഈശോ നമ്മുടെയും കൂടെയാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. ആ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഈശോ നമ്മളിലേക്ക് വരുന്നു, നമ്മൾ ഈശോയിലേക്കും ചെല്ലുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ, എൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നവൻ, ഞാൻ അവനിലും അവൻ എന്നിലുമായിരിക്കുമെന്ന് ഈശോ പറയുന്നത് പോലെയാണ് ഈ വചനം കേൾക്കുമ്പോഴും എന്നെ സംഭവിക്കുന്നത്. ഈശോയുടെ വചനം നമ്മളിലേക്ക് കയറുമ്പോൾ ആ സ്നേഹത്തിൽ നമ്മൾ ഒന്നായിത്തീരുകയാണ്. ഈശോയോടൊപ്പം അത്താഴം കഴിക്കുന്ന, ഈശോയോടൊപ്പം നല്ല ബ്യൂട്ടിഫുള്ളായ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയമാണ് വചന ശുശ്രൂഷ സമയം. നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു എന്ന് വെച്ചാൽ ഇതാ രണ്ടാമതൊരു അത്താഴം. ഈ നോമ്പുകാലത്ത് ചില ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നില്ലേ? പക്ഷേ ഇതാ ഈശോ നമുക്കൊരു ഭക്ഷണം തരുന്നു, നിത്യജീവൻ്റെ അപ്പം തരുന്നു. ഈശോ നമ്മുടെ കൂടെ ഇരുന്ന് ഈ വചനം പറഞ്ഞു തരുമ്പോൾ ഈശോ ശരിക്കും നമ്മുടെ കൂടെ ഇരുന്ന് അത്താഴം കഴിക്കുകയാണ്, ആ സ്നേഹം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബോധ്യത്തിൽ വേണം നമുക്ക് ഇന്നത്തെ ഈ രണ്ടാമത്തെ ദിവസത്തെ നമ്മുടെ ധ്യാനത്തിലേക്ക് കിടക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
നമ്മൾ ഇന്നലെ പത്രോസ്ലിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ ഒത്തിരി പരീക്ഷകൾ, ഈശോയെ തള്ളി പറഞ്ഞു പോകുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈശോ നമ്മുടെ കൂടെ ഇരിക്കാൻ സന്നദ്ധനാണെന്ന് നമ്മൾ ഇന്ന് കാണുന്നു. ഇപ്പം ശരിക്കും ഈശോയുടെ ഒരു സന്തോഷമാണ് ഈ പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തൊക്കെ നമ്മൾ ഈശോയുടെ പീഡാസഹനത്തെയൊക്കെ ധ്യാനിക്കുന്നത് ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്നലെ ഒരു ഹോംവർക്ക് തന്നില്ലായിരുന്നോ? സങ്കീർത്തനം 51 വായിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു തുടക്കത്തിൽ തന്നെ ഒരു ഹോംവർക്ക് തരിക. എന്നാണെന്നറിയോ? ലൂക്കാ സുവിശേഷത്തിലെ 22-23 അധ്യായങ്ങൾ, എല്ലാ സുവിശേഷങ്ങളും ഇങ്ങനെ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ആ ഒരു സഹനത്തിൻ്റെ കാലത്തിൻ്റെ ആ ഒരു സമയത്തെക്കുറിച്ചൊക്കെയുള്ള വായനകൾ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ലൂക്ക 22-23 ഒന്ന് വായിച്ചോ. ഒരു നിയോഗമൊക്കെ വെച്ച് വായിക്കുക. പ്രത്യേകിച്ച് ചില പരീക്ഷണങ്ങളിലൂടെ, വേദനകളിലൂടെ, സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ ഇതിനെ ഒന്ന് അതിജീവിക്കാൻ ഒരു കൃപ ഈ വചനവായനയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. ലൂക്ക 22-23 അധ്യായങ്ങൾ കേട്ടോ. എല്ലാവരും വായിക്കണം. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും ഇന്ന് കിടക്കുന്നതിന് മുമ്പ് അതൊന്ന് വായിക്കണം. ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചുള്ള വായനയാണ്. എന്നാൽ അതിനകത്ത് ഒരു അനുഗ്രഹം എന്നറിയോ? നമ്മൾ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് വിശ്വസിച്ച്, നമ്മുടെ പീഡാസഹനങ്ങളിൽ നമ്മുടെ കൂടെ ഈശോ നിൽക്കും. ഈശോയുടെ പീഡാനുഭവങ്ങളിൽ ഈശോയുടെ കൂടെ നിൽക്കാൻ അന്ന് 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോയുടെ പീഡാനുഭവങ്ങളുടെ സമയത്ത് നമുക്ക് കൂടെ നിൽക്കാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഈ വചനത്തിലൂടെ ഈശോയുടെ ആ പീഡാനുഭവങ്ങൾ, ഈശോ കടന്നുപോയ സഹനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ആത്മീയമായി നമ്മൾ ഈശോയുടെ ആ സഹനത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. അനുഗ്രഹം എന്താണെന്നറിയോ? ഈശോയുടെ സഹനങ്ങളിൽ ഈശോയുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളിൽ ഈശോ നമ്മുടെ കൂടെ നിൽക്കും, നമ്മളെ വളരെയധികം സ്നേഹിക്കും. ലൂക്കാ സുവിശേഷത്തിൽ തന്നെ 22-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരെ ഈശോ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. 22-28 എൻ്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. ഈശോ തൻ്റെ അപ്പസ്തോലന്മാരോട് പറയാണ്, നിങ്ങൾ എൻ്റെ പരീക്ഷണങ്ങളിൽ, എൻ്റെ വേദനകളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് 2026 ഈ നോമ്പ് കാലത്ത് കർത്താവിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കും. പ്രത്യേകിച്ച് ഈശോയുടെ പീഡാനുഭവങ്ങൾ, ഈശോ അനുഭവിക്കേണ്ടി വന്ന സഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ കൂടെ നിൽക്കുന്നു. നമ്മുടെ സഹനങ്ങളിൽ ഈശോയും നമ്മുടെ കൂടെ നിൽക്കുന്നു. നമ്മളെക്കുറിച്ച് ഈശോ പറയും, എൻ്റെ പീഡാനുഭവങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. ഈ 4 ദിവസം നമ്മൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം, ഒരുറപ്പ്. നമ്മുടെ സഹനങ്ങളിൽ ഈശോ നമ്മുടെ കൂടെ നിൽക്കും. നാളെ വേദനകൾ വരാം, നാളെ സഹനങ്ങൾ വരാം, അപ്രതീക്ഷിതമായ സങ്കടങ്ങളൊക്കെ വരാം. നമ്മൾ ഇന്നലെ വായിച്ചതുപോലെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഒരു വിഷയം ഇതോട് ചേർത്തിട്ടാണ്. പത്രോസ്ലീഹയോടൊക്കെ ഇങ്ങനെ പറയുന്നില്ലേ, ഗോതമ്പ് പോലെ നിന്നെ പാറ്റും. അതിനുള്ള പരിശ്രമങ്ങൾ പിശാച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമുക്കറിയാം നമ്മൾ ഈ നോമ്പിൻ്റെ സമയത്ത് അറിഞ്ഞുകൊണ്ട് ചില സഹനങ്ങൾ ഏറ്റെടുക്കാറുണ്ടല്ലേ. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കൂ. ചെറിയ സഹനമൊന്നും അല്ലത്. ചിലപ്പോൾ ഉപവസിക്കുന്നു, സഹനമല്ലേ ആണ്. നമുക്ക് വെള്ളിയാഴ്ചകളിലൊക്കെ ചിലർ കംപ്ലീറ്റ് ആയിട്ട് ഫാസ്റ്റ് ചെയ്യുന്നവരുണ്ട്. സഹനമാണത്. ചിലപ്പോൾ ഈ വർഷത്തെ നമ്മുടെ കുരിശിൻ്റെ വഴിയിലൊക്കെ നമ്മൾ ഒത്തിരി സഹനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. അറിഞ്ഞുകൊണ്ട് നമ്മളെടുക്കുന്ന സഹനങ്ങളുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ വലിയൊരു യാഥാർത്ഥ്യമല്ലേ, അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില സഹനങ്ങളില്ലേ. നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഇതിനെ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പ്രതീക്ഷിക്കുന്ന ഒരു സഹനമാണെങ്കിൽ നമുക്ക് അതിന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് അതിനെയൊക്കെ ഒന്ന് ഡീൽ ചെയ്യാം. പക്ഷേ നിങ്ങളിത് പ്രതീക്ഷിച്ചില്ല. അങ്ങനത്തെ സഹനങ്ങൾ വരാറില്ലേ. എല്ലാം വളരെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബം പെട്ടെന്നൊരു ഇടുത്തി പോലൊരു സഹനം വരികയാണ്. വളരെ ആരോഗ്യത്തോടു കൂടി ഇരുന്ന നിങ്ങളുടെ ശരീരം പ്രതീക്ഷിക്കാതെ ഒരു രോഗം വരികയാണ്. വിജയം നിങ്ങൾ പ്രതീക്ഷിച്ച് നിന്നു, പക്ഷേ വലിയൊരു പരാജയം നിങ്ങളുടെ മുമ്പിൽ വന്നു. എന്നാ ചെയ്യും? നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. നല്ല പ്രാർത്ഥനയുണ്ട്, വിശ്വാസമുണ്ട്, വിശുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ ചില സഹനങ്ങൾ വന്നേക്കാം. അവിടെ എന്നാ ചെയ്യണം? നമ്മൾ അതിജീവിക്കണം. സാത്താൻ നമ്മളെ ഗോതമ്പ് പോലെ പാറ്റാൻ ശ്രമിക്കുന്ന സമയത്തും നമ്മുടെ കൂടെ ഈശോ ഉണ്ട്. കാരണം നമ്മൾ ഈശോയുടെ സഹനത്തിൽ ഈശോയുടെ കൂടെ നിന്നു, ഈശോ നമ്മുടെയും കൂടെ നിൽക്കും എന്നുള്ള ബോധ്യത്തിൽ സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ ശ്രമിച്ചാലും നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഒറ്റ പവറിൽ, ആരുടെ പവറിൽ? ഈശോ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പത്രോസ്ലീഹയൊക്കെ അനുഭവിച്ച് അതിജീവിച്ച് നിന്നുകൊണ്ട് നമ്മളോട് ബോധ്യം തരിക, ഒരു സഹനം വരുന്ന സമയത്ത് നിങ്ങൾ തളർന്നു പോകരുത്, തകർന്നു പോകരുത്, ഇട്ടേച്ച് പോകരുത്. കർത്താവിനോട് കൂടെ അതിജീവിക്കണം. സഹനത്തിൽ ഇങ്ങനെ ചുമ്മാ പിടിച്ചു നിൽക്കാനല്ല പറയണത്, സഹനത്തിൽ കർത്താവിനോട് കൂടെ ഈ സഹനത്തെല്ലാം അതിജീവിക്കണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട പത്രോസ്ലീഹ നമ്മളോട് പറയും. പുതിയ നിയമത്തിൽ പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം എടുക്കാം. 1 Peter chapter 4 verse 12 പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങളാണ്. വചനഭാഗത്തിൽ പത്രോസ്ലീഹ തൻ്റെ ജീവിതാനുഭവം തന്നെയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. വായിച്ചേക്കാം, നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 പത്രോസ് 4:12. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. 13-ാം വാക്യം ശ്രദ്ധിച്ചേ. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും.
പത്രോസിലെ പറയാണ്, നിങ്ങളെ പരീക്ഷിക്കാനായി എന്നല്ല, നിങ്ങളെ പരിശോധിക്കാനായിട്ട് ചില സഹനങ്ങൾ വന്നേക്കാം. അഗ്നിശോധന വരുത്തുന്ന രീതിയിൽ ചില സഹനങ്ങൾ വന്നേക്കാം. ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചേ, അഗ്നി പരീക്ഷകൾ നിങ്ങൾക്കുണ്ടാകും. ആ സമയത്ത് അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ ഞെട്ടരുത്, പേടിക്കരുത്, പരിഭ്രമിക്കരുതെന്നാണ് പത്രോസ്ലീഹ പറയാം. ഒരുപക്ഷെ ഈശോയുടെ കൂടെ അത്രയും സ്നേഹിച്ച് നടന്ന പത്രോസ്ലീഹ, വിശ്വാസമൊക്കെ പ്രഖ്യാപിച്ച പത്രോസ്ലീഹ പ്രതീക്ഷിച്ച് കാണുമോ ഇങ്ങനെ കർത്താവിനെ തള്ളിപ്പറയേണ്ട ഒരു പരിശോധന എനിക്ക് വരുമെന്ന്? ഒരിക്കലും പ്രതീക്ഷിച്ചാണല്ലോ. പക്ഷെ വന്നപ്പോൾ ഉണ്ട് വീണുപോയി. തന്നെ പരിശോധിക്കാൻ വേണ്ടി അഗ്നിപരീക്ഷ ഉണ്ടായി, പത്രോസ്ലീഹ വീണുപോയി. പക്ഷെ അതിനെ ഈശോയുടെ സ്നേഹം കിട്ടി അതിജീവിച്ചിട്ട് പത്രോസ്ലീഹ നമ്മളോട് പറയാണ്, നിങ്ങൾക്കും ഇത് വരും, എനിക്കിത് വന്നെങ്കിൽ നിങ്ങൾക്കും ഇത് വരും. പരിശോധിക്കാൻ വേണ്ടി അഗ്നിപരീക്ഷകൾ വരും. ആ സമയത്ത് നിങ്ങൾ പേടിക്കരുതെന്നാണ് പറയുക. പേടിക്കാതെ എന്നെ ചെയ്യണം? വചനം ശ്രദ്ധിച്ചേ, ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. പത്രോസ്ലീഹ വളരെ സുന്ദരമായിട്ടത് പറയുകയാണ്. ഇപ്പം നിങ്ങൾക്കുണ്ടാവുന്ന വേദനകൾ ചുമ്മാ വേദനകളല്ല, അപ്രതീക്ഷിതമായി വരുന്ന ചില കുരിശുകൾ, ചില സഹനങ്ങൾ, ചില പീഡനങ്ങൾ, തെറ്റിദ്ധാരണകൾ, ഇതൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒറ്റ കാര്യം ഓർത്തോളുക, നിങ്ങളിപ്പോൾ ഈശോയുടെ പീഡാസഹനത്തിൽ പങ്കുചേരുകയാണ്. ലൂക്ക 22 നമ്മൾ മുമ്പേ വായിച്ച വചനം ഓർക്കണേ, എൻ്റെ പീഡകളിൽ എൻ്റെ കൂടെ നിരന്തരമുണ്ടായിരുന്നവരാണ് നിങ്ങൾ. നോക്ക്, വചനം വായിക്കുമ്പോൾ മാത്രമല്ല, ബലിയർപ്പിക്കുമ്പോൾ മാത്രമല്ല, ലൂക്ക 22-23 വായിച്ച് ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മാത്രമല്ല, ഈശോയുടെ പീഡകളിൽ എനിക്കും നിങ്ങൾക്കും പങ്കുചേരാൻ പറ്റുന്ന എപ്പോഴാണ്? നമുക്ക് അപ്രതീക്ഷിതമായ ഒരു സഹനം വരുന്ന സമയത്ത്, ഈശോയിൽ മുറുകെ പിടിക്കുന്ന സമയത്ത് അവൻ്റെ പീഡകളുടെ ഭാഗമായി നമ്മൾ മാറുന്നു. ആ സമയത്ത് നമ്മൾ കരയുകയല്ല, സങ്കടപ്പെടുകയല്ല, പരാതിപ്പെടുകയല്ല. പത്രോസ്ലീഹ പറയാണ്, നിങ്ങൾ ആഹ്ലാദിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ കിട്ടുന്നു. ആ സ്നേഹത്തിൽ നിങ്ങൾ ഈ പരീക്ഷകളെ അതിജീവിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിൽ ആഹ്ലാദിക്കണം. തൊട്ടടുത്ത വചനം ഇങ്ങനെയാണ്, അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികമായി ആഹ്ലാദിക്കും. ഇപ്പോൾ ചെറിയ ആനന്ദമാണ്, പക്ഷേ വലിയ ആഹ്ലാദം വരും എപ്പോൾ ഇതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ലല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സഹനങ്ങൾ വരുമ്പോൾ. ഒരു കടം വന്നു, ഒരു രോഗം വന്നു, എന്നാ ചെയ്യും? നമ്മൾ പ്രതീക്ഷിച്ചതല്ലത് ഇങ്ങനെ ഒരു സംഭവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ മനുഷ്യരുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ വന്നൊരു ചേട്ടൻ, നന്നായിട്ട് കുറേ നാളുകൾ ഇവിടെ ധ്യാനിക്കാനൊക്കെ വന്നിട്ടുള്ള ആളാണ്. എല്ലാ ദിവസവും ഇടവപ്പള്ളിയിൽ കുർബാന അർപ്പിച്ചതിന് ശേഷം മാത്രമേ തൻ്റെ ബിസിനസ് സ്ഥാപനത്തിലേക്കൊക്കെ പോകുള്ളൂ. വലിയ ബിസിനസ് ഉണ്ടായിരുന്ന ഒരാളാണ്. വലിയൊരു കടം വന്നു, 16.5 കോടി രൂപയുടെ കടം. പറയുമ്പോൾ അത് വലിയൊരു സംഖ്യ. ചിലപ്പോൾ അച്ഛൻ വെറുതെ പറയാൻ നിങ്ങൾ ചിന്തിക്കും, എനിക്കൊക്കെ 100 രൂപയുടെ കടമൊക്കെ കാണത്തുള്ളൂ. 16.5 കോടി രൂപയുടെ കടം. എന്നാ ചെയ്യും? അതിൻ്റെ പൂജ്യം എത്രയുണ്ടെന്ന് പോലും നമുക്ക് എണ്ണാൻ ചിലപ്പോൾ പറ്റത്തില്ല. അപ്രതീക്ഷിതമായിട്ട് വന്ന സംഭവങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ, സഹോദര തുല്യം സ്നേഹിച്ച വിശ്വസിച്ച ഒരാളെ പറ്റിച്ചു. 16.5 കോടി രൂപ ഈ ചേട്ടൻ്റെ പേരിൽ കടമായി. പ്രതീക്ഷിച്ചതല്ലത്, പ്രതീക്ഷിച്ചത് വിശ്വാസമാണ്, പ്രതീക്ഷിച്ചത് കൂടെയുള്ള സഹകരണമാണ്. പക്ഷേ കിട്ടിയത് അപ്രതീക്ഷിതമായ സഹനമാണ്. നിങ്ങൾ ചിന്തിക്കില്ലേ, ആ ചേട്ടൻ പള്ളിപ്പോക്ക് നിർത്തിയെന്ന്. ഇവിടെ വന്നു, ധ്യാനിക്കാൻ വന്നു, എല്ലാ ദിവസവും ഇപ്പോഴും പള്ളി പോകും. കടം ഇപ്പോഴും നിൽക്കുകയാണ്. ആ കടം മാറിയിട്ടില്ല. ചതിച്ച ആൾ തിരിച്ചു വന്നിട്ടില്ല, നഷ്ടപ്പെട്ടത് തിരിച്ചു വന്നിട്ടില്ല. സഹനത്തിൻ്റെ തീച്ചൂളെ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട്, എൻ്റെ കർത്താവിനെ ഞാൻ ഇനിയും മുറുകെ പിടിക്കും, വിശ്വസിച്ചൊരു പറ്റിച്ചു, പക്ഷേ എനിക്ക് കർത്താവ് പിടിച്ചു നിൽക്കാൻ ഒരു കൃപ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ജീവിക്കുകയാണ്. ഇട്ടേച്ചു പോയില്ല. അപ്രതീക്ഷിതമായത് എന്തോ വന്നതെന്ന പോലെ പരിഭ്രമിച്ചില്ല. പകരം ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കാളിയാകുന്നു എന്നോർത്ത് ആഹ്ലാദിച്ചു. ആ ആഹ്ലാദം നാളെ മഹത്വത്തിലേക്ക് നയിക്കും. ആ മഹത്വത്തിൽ അത്യധികമായി ആഹ്ലാദിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കർത്താവിനെ മുറുകെ പിടിക്കുന്ന എല്ലാവർക്കും അവർ അനുഗ്രഹം കിട്ടും. ആ ചേട്ടന് കിട്ടും. നിങ്ങളിപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകണോ? ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ, ഈ ധ്യാനം കൂടുമ്പോൾ അത്ര വലിയൊരു സങ്കടത്തിന് മുമ്പിൽ നിൽക്കുകയാണോ? ഈശോ ഞാനിത് പ്രതീക്ഷിച്ചതല്ലെന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് നിൽക്കുകയാണോ? സങ്കടപ്പെട്ട് നിൽക്കരുത്, പേടിച്ച് നിൽക്കരുത്. വെറും ഒരു ശുഭപ്രതീക്ഷ തരികയല്ല, പ്രത്യാശ ക്രിസ്തുവിലുള്ളത് ഞാൻ പകർന്നു തരികയാണ്. അവനിൽ മുറുകെ പിടിക്കുക. അവൻ്റെ സഹനത്തോട് ചേർന്ന സമയമാണിതെന്ന് കരുതുക. ആഹ്ലാദിക്കാൻ, മഹത്വത്തോടെ ആഹ്ലാദിക്കാൻ, അത്യധികമായി ആഹ്ലാദിക്കാൻ കർത്താവ് അവസരം തരും. ഈ സഹനത്തെ അതിജീവിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വെട്ടിത്തിളങ്ങും. ഇപ്പോൾ ഉള്ള വിശ്വാസമല്ല, ഇപ്പോൾ കർത്താവിനെ അനുഗ്രഹിക്കുന്നു എന്നുള്ളൊരു വിശ്വാസമല്ല. നാളെ ഈ അനുഗ്രഹം കിട്ടാത്തൊരു സമയത്ത് പോലും, 0 ലെവലിൽ നിൽക്കുന്ന സമയത്ത് പോലും, എൻ്റെ കർത്താവ് ഇതിലൂടെയും എന്നെ കടത്തിവിട്ടു, എന്നാൽ എന്നെ അതിജീവിക്കാൻ സഹായിക്കുമെന്നുള്ള ഒരു വിശ്വാസം. ആ വിശ്വാസമാണ് ശരിക്കും തിളങ്ങുന്ന ഒരു വിശ്വാസമാവും മാറുക. അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസമായിട്ടത് മാറുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വലിയ നോമ്പിൽ ഈശോയ്ക്ക് അനുഭവിച്ച പീഡാസഹനങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സഹനങ്ങൾ, നമുക്കുണ്ടാകുന്ന അനുദിന ജീവിതത്തിലെ വെല്ലുവിളികളെ, ബുദ്ധിമുട്ടുകളെ ഓർത്ത് നമ്മുടെ ചങ്ക് പടയുന്നുണ്ടാകാം. ഈശോയെ നീ ഒരു ദിവസമല്ലേ കുരിശ് കയറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടൊക്കെ ഈശോയുടെ മുമ്പിൽ ഈശോയെ ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കാം. എനിക്ക് എല്ലാ ദിവസവും സഹനമാണ്, എനിക്ക് എല്ലാ ദിവസവും കുരിശാണ്, തെറ്റിദ്ധാരണയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അതിജീവിക്കണം.
നമ്മുടെ ബുദ്ധിശക്തിയിൽ, നമ്മുടെ സാമർഥ്യത്തിൽ, നമ്മുടെ പ്ലാനിങ്ങുകളിലൊന്നല്ല. അതൊക്കെ പരാജയപ്പെട്ടില്ലേ? ഈശോയിൽ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഇതിനെ അതിജീവിക്കണം. അത് തിളങ്ങും, ആ ജീവിതം വെട്ടിത്തിളങ്ങും. പത്രോസ്ലീഹ ഈ 1-ാമത്തെ ലേഖനത്തിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ വചനം ശ്രദ്ധിച്ച് ഒരുമിച്ച് വായിക്കാം. 1 പത്രോസ് 1, 6-7 വാക്യങ്ങൾ. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുക. കാരണം ഈ വാക്യം ശ്രദ്ധിക്കണേ, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. എന്ന് വെച്ചാൽ സ്വർണത്തേക്കാൾ വെട്ടിത്തിളങ്ങുന്നതായിരിക്കും നിങ്ങളുടെ വിശ്വാസം. പത്രോസ്ലീഹ അത് ജീവിതം കൊണ്ടങ്ങ് പറയാണ്. കാരണം മത്തായി 16:16 കേസറിയ ഫിലിപ്പിയിൽ വെച്ച് പ്രഘോഷിച്ച വിശ്വാസത്തേക്കാൾ മുകളിലൊരു വിശ്വാസം പത്രോസ്ലീഹ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. കാരണം കേസറിയ ഫിലിപ്പി വെച്ച് ഒരു ബോധ്യത്തിൽ അങ്ങ് പറഞ്ഞാണ്. പക്ഷേ ഇത് കഴിയുമ്പോൾ ആ വിശ്വാസം പരീക്ഷിക്കുന്ന രീതിയിൽ വെല്ലുവിളികളുണ്ടായി. നമ്മൾ ഇന്നലെ ധ്യാനിച്ചത് തള്ളിപ്പറയേണ്ടി വന്നു, തള്ളിപ്പറഞ്ഞു, അകന്നുപോയി. പക്ഷെ അതിനുശേഷം തിബേരിയാസിൻ്റെ തീരത്തെത്തി മറ്റൊരു വിശ്വാസ പ്രഖ്യാപനമുണ്ട്. ഒറ്റ വായനയിൽ ഈശോയുള്ള സ്നേഹത്തെ പ്രഖ്യാപിക്കാനുള്ള പത്രോസ്ലീഹ എന്ന് വിചാരിക്കും. സ്നേഹത്തെ പ്രഖ്യാപിക്കുക മാത്രമൊന്നുമല്ല, കേസറിയ ഫിലിപ്പിയിൽ അവിടെ ഒരു തീരത്ത് വെച്ച് പറയുന്നത് പോലെ തന്നെ ഇപ്പുറം മറ്റൊരു മറുതീരത്ത് വെച്ച് പത്രോസ്ലീഹ തിബേരിയാസിൽ വെച്ച് പറയുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാലോ. എൻ്റെ വിശ്വാസം ഞാനിതാ നിൻ്റെ മുമ്പിൽ പരീക്ഷ അതിജീവിച്ച, അഗ്നിശോധന അതിജീവിച്ച സ്വർണത്തെക്കാൾ വെട്ടിത്തിളങ്ങുന്ന എൻ്റെ വിശ്വാസം ഇതാ ഈശോയെ ഞാൻ നിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. പള്ളിയിൽ നിന്നുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കാൻ മാത്രമല്ല, പൊള്ളി നിൽക്കുമ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് അവസരങ്ങൾ വരും. ഇപ്പം പൊള്ളുന്നില്ലേ? അത് നിങ്ങളെ കരിയിച്ച് കളയാനല്ല, ചുട്ടെടുക്കാനല്ല, പകരം വെട്ടിത്തിളങ്ങാനുള്ള പരീക്ഷണങ്ങളായിട്ട് ഇതിനെ കാണുക. അങ്ങനെ കാണാൻ പറ്റിയാൽ നമുക്ക് ആഹ്ലാദിക്കാം, ആനന്ദിക്കാം. ആനന്ദത്തിലൂടെ പരിഭ്രമങ്ങളും പരാതികളും എല്ലാം നമുക്ക് ഒഴിവാക്കാം. വിശ്വാസം കൂടുതൽ വെട്ടിത്തിളങ്ങും. കൂടുതൽ പരീക്ഷണങ്ങൾ വന്നേക്കാം അല്ലേ? ഈശോയുടെ കുരിശിൻ്റെ വഴിയുടെ യാത്രകളൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഈ 14 സ്ഥലങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ കാണുന്നുണ്ട്. ആദ്യം ഇങ്ങനെ 1-ാം സ്ഥലത്തിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. ഈ ചെയ്യാത്ത തെറ്റ് ആരോപിക്കപ്പെടുന്ന ഒരു കാര്യം, വിധി വാചകം കേൾക്കുന്നു. നമ്മൾ വിചാരിക്കും അതല്ലേ സഹനം, അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിധിവാചകങ്ങൾ കേട്ടിട്ടുണ്ട്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നമ്മൾ ക്രൂശിക്കപ്പെട്ട് പോകുമോ എന്നുള്ള ഭയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെയ്യാത്തത് നമ്മുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സഹനം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ദൈവമേ എല്ലാം തീർന്നു. പക്ഷെ അങ്ങനെ തീർന്നു എന്ന് തോന്നുന്ന സമയത്ത് ചിലപ്പോൾ അടുത്ത് വന്നേക്കാം. കുരിശിൻ്റെ ഭാരം എടുത്ത് തോളയിലേക്ക് വെക്കുന്നു. ആ ഭാരം വഹിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ മറിഞ്ഞ് വീണേക്കാം. നിങ്ങളെ സഹായിക്കാൻ ആളുകളില്ലാതെ വന്നേക്കാം. ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും കരഞ്ഞൊരു അകലത്തിൽ നിൽക്കുന്ന ഒരു സമയം വന്നേക്കാം. അവർക്കും സഹായിക്കാൻ പറ്റാത്ത സമയം. ഒന്നിനു പുറകെ ഒന്നായിട്ട് വീഴ്ചകൾ ആവർത്തിച്ചേക്കാം. ഒരിക്കൽ ഓശാന പാടിയവർ ക്രൂശിക്കുക എന്ന് പറയുന്നത് കേൾക്കേണ്ടി വന്നേക്കാം. വേദനകൾ തീരാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാകാം. ഒപ്പിയെടുക്കാൻ ഒരു വേറോനിക്ക തുവാലയുമായിട്ട് വരാത്ത സമയം വരാം. സഹായിക്കാൻ സിമിയോൻ വരാത്ത സമയങ്ങൾ വരാം. കൂടെ നിൽക്കുന്നവർ ഓടി ഒളിക്കുന്ന സമയം വരാം. കുരിശയാത്ര അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് വെച്ച് നിങ്ങളുടെ വസ്ത്രം കീറി മുറിക്കപ്പെട്ടേക്കാം. ആ വസ്ത്രം കീറി മുറിച്ചത് അവസാനിച്ചല്ലോ എന്ന് കരുതുമ്പോൾ നിങ്ങളുടെ ശരീരം വീണ്ടും കീറി മുറിക്കപ്പെട്ടേക്കാം. സഹനം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതുമ്പോഴത്തേനും നിങ്ങളുടെ കരങ്ങൾ വലിച്ചു നീട്ടി കുരിശിലേക്ക് ആണിയടിച്ച് കയറ്റിയേക്കാം. ഒരു ഇറ്റ് ശ്വാസം നിങ്ങൾക്ക് കിട്ടുമെന്ന് കരുതുന്ന സമയത്ത് കാല് പിണച്ച് വെച്ച് അതിലും ആണി വെച്ചേക്കാം. കുരിശിൽ നിങ്ങൾ കിടക്കുമ്പോൾ വേദന കൂട്ടുന്ന രീതിയിൽ തലമുടിയിൽ ആ തലയിൽ വേദന കൂട്ടുന്ന രീതിയിൽ മുൾമുടികൾ 1000 എണ്ണം പതിഞ്ഞേക്കാം. എല്ലാം തീർന്നു, സഹനം അവസാനിച്ചു, പിതാവേ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന സമയത്ത് ചിലപ്പോൾ ജീവൻ്റെ അവസാന ശ്വാസം പോലും പിടിച്ച് എടുക്കുന്ന രീതിയിൽ നിങ്ങളുടെ നെഞ്ചിലേക്കൊരു കുന്തം ആഴ്ന്നിറങ്ങിയേക്കാം. സഹനം ചിലപ്പോൾ തീരില്ല, ഒന്നിനു പുറകെ ഒന്നായിട്ട് വരും. പക്ഷേ സഹനം തീർന്നു. ഈ പരീക്ഷകളെ അതിജീവിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഒരു ഈശോയാണ് നമ്മുടെ മുമ്പിൽ നിന്ന് ഭയപ്പെടേണ്ടെന്ന് പറയുന്നത്. ഈ സഹനത്തിൻ്റെ മുമ്പിൽ തോറ്റുകൊടുക്കരുത് എന്ന് പറയുന്നത് കുരിശിൽ മരിച്ചവൻ മാത്രമല്ല, ആ കുരിശിനെ അതിജീവിച്ചവനാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആഹ്ലാദിക്കണം, ആനന്ദിക്കണം. കർത്താവ് എന്ന് ഈ സങ്കടം തീരുമെന്നല്ല, ഈ സങ്കടം എന്ന് തീർന്നാലും ആ തീരുന്ന അന്ന് വരെ എനിക്ക് നിൻ്റെ സാന്നിധ്യം കിട്ടണം. ആ സാന്നിധ്യം കിട്ടിയാൽ എനിക്ക് മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ആ ബോധ്യമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ. പരീക്ഷകളെ അതിജീവിക്കാൻ നമുക്ക് ശക്തി നൽകേണ്ടത്. വളരെ പ്രധാനമായിട്ട് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ അപകടങ്ങളിൽ നമുക്ക് ശക്തിയാവേണ്ടത്. ഈശോയെ മാത്രം നോക്കി ജീവിക്കാൻ പറ്റണം. പഴയ നിയമത്തിലെ സുന്ദരമായൊരു വായന നമുക്ക് അല്പം ഒന്ന് ധ്യാനത്തിനെടുക്കാമെന്നാണ് കരുതുക. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഈശോയുടെ വിളി സ്വീകരിച്ച ഒരു നല്ല ക്രിസ്തു ശിഷ്യന്
ചില അപകടങ്ങളെയും ചില പരീക്ഷണങ്ങളെയൊക്കെ പ്രതീക്ഷിക്കേണ്ടതുണ്ടെന്ന് ഒരു വചനം നമുക്ക് ഒരു ബോധ്യം തരികയാണ്. പ്രഭാഷണൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെ വചനം ശ്രദ്ധിച്ച് കേൾക്കാം. എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. വചനം ഒരു സൂചന തരികയാണ്. നിന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ട്, നിനക്കൊരു ജീവിതം തന്നിട്ടുണ്ട്. നീ ഈശോയെ മുറുകെ പിടിച്ചൊരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് നീ കാലെടുത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ എളുപ്പമായിരിക്കില്ല എല്ലാ കാര്യങ്ങളും. നമുക്ക് ഈശോ എല്ലാം സ്വർഗം സൗഭാഗ്യം മുഴുവൻ മാത്രമല്ല പ്രോമിസ് ചെയ്തേക്കുന്നത്. നിങ്ങളെല്ലാം ഉപേക്ഷിക്കുക, എൻ്റെ പിന്നാലെ വാ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇരട്ടിയായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ സഹനങ്ങളും എന്ന് ഈശോ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പറമ്പിനെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ബന്ധങ്ങളെന്ന് ഓർക്കണ്ട, എല്ലാം ഇരട്ടിയാക്കി തരും, ഒപ്പം സഹനങ്ങളും എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. നമുക്ക് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ ഈശോയുടെ പുറകെ പോയാലും ഈശോയ്ക്ക് എതിരെ നടന്നാലും സഹനങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും. പക്ഷേ ഈശോയുടെ പിന്നാലെ നടക്കുന്ന നമുക്ക് പരാതികളില്ല, പ്രത്യാശ മാത്രമേ ഉള്ളൂ. പ്രഭാഷണ പുസ്തകത്തിൽ ഈ 2-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ അതാ പറയുക, നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. എപ്പം വേണേലും വരാം. അപ്രതീക്ഷിതമായിട്ട് ചില കുരിശുകളൊക്കെ നമ്മുടെ മേലെ വയ്ക്കപ്പെടുമ്പോഴല്ലേ നമ്മളിങ്ങനെ ഞെട്ടുന്നത്, നമ്മൾ പരിഭ്രമിക്കുന്നത്. വചനം പറയണം, ഒരുങ്ങിയിരുന്നോ. ചിലപ്പോൾ വന്നേക്കാം, എല്ലാം അവസാനിച്ചു നമ്മൾ കരുതുന്ന സമയത്ത് ചിലപ്പോൾ പുത്തൻ സഹനങ്ങൾ വന്നേക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞു വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളുടെ കണക്കൊന്ന് എടുത്തു നോക്കി. ഓർത്തിട്ട് ഇരുന്ന് വിഷമിക്കാനല്ല അച്ഛൻ പറയണം. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, കുഞ്ഞുവാവയായിരുന്ന സമയത്ത് കുറച്ച് വേദന ഉണ്ടായി, തീർന്നു. അപ്പോൾ തന്നെ സ്കൂളിലോട്ട് വിട്ടു, സ്കൂളിൽ നിന്ന് കുറച്ച് വേദന ഉണ്ടായി, തീർന്നു എന്ന് വിചാരിച്ചു. ഇല്ല, നിങ്ങൾ പുതിയ കലാലയങ്ങളിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് വീണ്ടും സഹനങ്ങളുണ്ടായി. പഠിത്തം കഴിഞ്ഞു, ജോലി കിട്ടുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് വിചാരിച്ചു. ജോലിയുമായി ബന്ധപ്പെട്ട സഹനങ്ങൾ വന്നു. അതിനുശേഷം ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ ചില സഹനങ്ങൾ, കുടുംബജീവിതം തുടങ്ങിയപ്പോൾ സഹനങ്ങൾ, ഈ പ്രായത്തിലെത്തിയപ്പോൾ ഇപ്പോഴും സഹനങ്ങൾ. ഇത് തീരുന്നില്ല. ഏത് സമയത്തും വരാനുള്ള സഹനങ്ങളെ അതിജീവിക്കാൻ നീ കാത്തിരിക്കുക, ഒരുങ്ങിയിരിക്കുക എന്ന വചനം പറയുക. എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല, ഞാൻ ഈശോയുടെ കൂടെയാണ്, എന്നെ ഒന്നും തൊടത്തില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, മരുഭൂമിയിൽ ഈശോയെ വരെ പരീക്ഷിച്ച പിശാചാണ്. ഈശോയെ പരീക്ഷിച്ചിട്ട് തോറ്റ് ഞാൻ ചമ്മിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ പിശാചല്ല. ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയെന്ന് പറയുക, വീണ്ടും ഒരു അവസരം കാത്തിരിക്കുകയാണെന്ന് പറയുക. പിശാച് മാത്രമല്ലല്ലോ, ജീവിതം മുഴുവൻ സമൂഹം, ചിലപ്പോൾ ഈ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കാം. ഒന്നിനു പുറകെ ഒന്നായിട്ട് സങ്കടങ്ങൾ വരാം. ക്രിസ്തു ശിഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം, അവൻ ഒരുങ്ങിയിരിക്കും. മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, വിളക്കിൽ എണ്ണ കരുതി തിരി തെളിച്ച് ഒരുങ്ങിയിരിക്കുക. എപ്പോൾ വേണേലും വന്നേക്കാം. മനുഷ്യപുത്രൻ്റെ 2-ാം വരവിനെ കുറിച്ചൊക്കെയാണ്, പക്ഷേ സഹനത്തെയും അതിൻ്റെ കൂടെ ചേർത്തൊന്നും ചിന്തിക്കാൻ പറ്റുമോ? എപ്പോൾ വേണേലും വന്നേക്കാം, ഒരുങ്ങിയിരിക്കുക. വചനം തുടർന്ന് വായിക്കാം. നിൻ്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. എങ്ങനെ ഒരുങ്ങിയിരിക്കണം? വിശുദ്ധിയോടെ ഒരുങ്ങിയിരിക്കണം. ആ 10 കന്യകമാർ അവരുടെ കയ്യിലുണ്ടാവാൻ വേണ്ടി ഈശോ ആഗ്രഹിച്ച വിളക്കതാണ്. 5 പേരുടെ കയ്യിൽ ഉണ്ടാവുകയും 5 പേരുടെ കയ്യിൽ ഇല്ലാതിരുന്നത് ആ വിളക്കേതാണ്? വെളിച്ചം ഏതാണ്? വിശുദ്ധിയാകുന്ന വിളക്കാണ്. മറ്റൊന്നിനും ജീവിതത്തിൻ്റെ മുമ്പിലെ അന്ധകാരത്തെ അതിജീവിക്കാൻ പറ്റില്ല. വിശുദ്ധിയോടെ നിന്നാൽ മാത്രമേ ഈ പ്രലോഭനങ്ങളെയും ഈ സങ്കടങ്ങളെയും ധൈര്യത്തോടെ അതിജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒരുങ്ങിയിരിക്കാൻ കർത്താവ് പറയുന്നത് ഇതുകൊണ്ടാണ്. വിശുദ്ധിയാകുന്ന വിളക്ക് തെളിച്ച് ഒരുങ്ങിയിരിക്കുക. സഹനങ്ങൾ ഉറപ്പാണ്, നിങ്ങൾ വിശുദ്ധിയിലായാലും അശുദ്ധിയിലായാലും. പക്ഷേ വിശുദ്ധിയിൽ നിൽക്കുന്നവന് അന്ധകാരം ഉണ്ടാവില്ല. കാരണം വെളിച്ചം അവിടെ ഉണ്ട്. ഈശോയാകുന്ന വെളിച്ചത്തിൻ്റെ ഒരു തരി കിട്ടിയാൽ ഒരന്ധകാരത്തിനും എടുത്തു മാറ്റാൻ പറ്റാത്ത, കീഴടക്കാൻ പറ്റാത്ത വെളിച്ചം കയ്യിലുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിജീവിക്കാൻ പറ്റും. വചനം ശ്രദ്ധിക്കുക. നിൻ്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ഈ നോമ്പുകാലത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതം ഇങ്ങനെ കരിന്തിരി പോലെ കെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ ആവശ്യത്തിന് പ്രകാശം കിട്ടുന്നില്ലെങ്കിൽ, കർത്താവ് ഒരു പീഠത്തിന്മേൽ എടുത്തു വെച്ച് നമ്മുടെ ജീവിതമാകുന്ന വിളക്ക് പാപം കൊണ്ട് മൂടി ഒരു പറയുടെ കീഴിൽ നമ്മൾ ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, തിരിച്ചു വരവിനുള്ള സമയമാണ്, തിരിച്ചറിവിനുള്ള സമയമാണ്. കയറിപ്പോരുക, വെളിച്ചം കത്തട്ടെ, മലമുകളിൽ പ്രകാശിക്കട്ടെ, മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് മാറട്ടെ. ഈശോ പറഞ്ഞില്ലേ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അതേ ഈശോ നമ്മളോട് പറയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നമുക്ക് ആ ലോകത്തിൻ്റെ പ്രകാശമാകണമെങ്കിൽ ഈ അന്ധകാരം മുഴുവൻ മാറണം. അവക്രമായ അചഞ്ചലമായ ഒരു ജീവിതം നമുക്ക് വേണം. ജോബിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ചെറുതായിട്ട് ചിന്തിച്ചു. സഹനങ്ങൾ വന്ന സമയത്ത് ജോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ജോബിൻ്റെ മുമ്പിൽ ഒന്ന് കൂട്ടുകാർ 3 പേരും, എലിഫാസും സോഫാറും ബിൽദാദും 3 കൂട്ടുകാരും വന്ന് പറയുന്നുണ്ട്, നിൻ്റെ നിഷ്കളങ്കത നിനക്ക് രക്ഷയായിട്ടിരിക്കും, നിൻ്റെ വിശുദ്ധി നിനക്ക് രക്ഷയായിട്ട് മാറും. അവരിടയ്ക്ക് പരാതിയൊക്കെ പറയുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത് കാരണമായിരിക്കും ജോബെ നിനക്ക് ഈ സങ്കടങ്ങളൊക്കെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ കൂട്ടുകാർ 3 പേരും ഒരു മാറ്റവും ഇല്ലാതെ ഒരുപോലെ പറയുന്നൊരു കാര്യമാണ്, നിൻ്റെ നിഷ്കളങ്കത നിനക്ക് പരിചയമായിരിക്കും, നിൻ്റെ വിശുദ്ധി നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്രതീക്ഷിതമായ പ്രലോഭനങ്ങൾ, സഹനങ്ങൾ, പീഡനങ്ങൾ വരും. ഒരുങ്ങിയിരിക്കുക. എങ്ങനെ ഒരുങ്ങിയിരിക്കുക? ഈ വിളക്ക് തെളിച്ച് അവക്രമായി അചഞ്ചലമായി വിശുദ്ധിയോടെ ഒരുങ്ങിയിരിക്കുക.
നോമ്പ് കാലത്ത് നമ്മൾ എടുക്കുന്ന സാക്രിഫൈസുകൾ, സഹനങ്ങൾ, നമ്മൾ ചെയ്യുന്ന കുമ്പസാരം, നമുക്ക് കിട്ടുന്ന പാപമോചനമൊക്കെ, അനുതാപമൊക്കെ, മാനസാന്തരമൊക്കെ ഈ വിളക്ക് കൂടുതൽ തെളിയാൻ വേണ്ടിയിട്ട് കാരണമാവും. പ്രകാശിക്കും. നമ്മൾ തൊട്ടടുത്ത വചനം, ആപത്തിൽ അടിപതറരുത്. എളുപ്പമല്ല, വചനം വായിച്ചു തീർത്തു, പക്ഷെ ആപത്ത് വരും, വിറയ്ക്കും, കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന സമയങ്ങൾ വരും. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള സഹനങ്ങൾ വരുമ്പോൾ ദൈവം ഞാൻ എന്നെ ചെയ്യുമെന്നോർത്ത്, ഇനി ഞാൻ ആരെ വിളിക്കണം എന്നോർത്ത് കർത്താവിനെ തന്നെ നോക്കി, കർത്താവെ ഞാനിനി ആരെ വിളിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടും. അടിപതറരുത്. പിടിച്ച് നിൽക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഉറപ്പുള്ള ഒരു കമ്പയിലായിരിക്കണം നമ്മുടെ പിടുത്തം, ഉറപ്പുള്ള ഒരു തൂണിലായിരിക്കണം നമ്മുടെ പിടുത്തം, ഉറപ്പുള്ള പാറമേലായിരിക്കണം നമ്മുടെ പിടുത്തം. സങ്കീർത്തനം 40 നമ്മൾ വായിക്കുന്ന പോലെ കാല് കിടന്ന് വിറയ്ക്കുകയാണ്, കാലി ചുഴിയിൽ പെട്ട് കിടക്കുകയാണ്. പക്ഷെ ആ നാശകരമായ ചുഴിയിൽ നിന്ന് എന്നെ പിടിച്ചു കയറ്റി ഉറപ്പുള്ള പാറമേൽ നിർത്തിയേക്കാണ്. ആ ഉറപ്പുള്ള പാറ എന്താണ്? പത്രോസിനോട് പറഞ്ഞു, ഈ വിശ്വാസം, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആപത്തിൽ അടിപതറാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ വിശ്വാസമാകുന്ന പാറയിൽ ഉറച്ചു നിൽക്കണം. എന്ത് വിശ്വാസം? വിശ്വാസ പ്രമാണത്തിൻ്റെ ഓരോ പ്രമാണങ്ങളും എടുത്തു പറയുന്നത് മാത്രമല്ല, ഈശോയിലുള്ള അടിപതറാത്ത വിശ്വാസം. മറ്റെന്ത് നഷ്ടപ്പെട്ടു പോയാലും എനിക്കെൻ്റെ വിശുദ്ധിയും നഷ്ടപ്പെടില്ല, ഈശോയിലുള്ള എൻ്റെ വിശ്വാസവും നഷ്ടപ്പെടില്ലെന്ന് ഒരു ദൈവത്തിൻ്റെ പൈതൽ തീരുമാനം എടുത്താൽ ആപത്ത് വരില്ലെന്നല്ല, പ്രലോഭനങ്ങൾ വരില്ലെന്നല്ല, പരീക്ഷണങ്ങൾ വരുന്നില്ലെന്നല്ല, നീ അടിപതറാതെ പിടിച്ചു നിൽക്കും. ക്രിസ്തു നിന്നെ ഇങ്ങനെ മുറുകെ പിടിക്കും. അവൻ്റെ സഹനത്തിൽ പങ്കുചേർന്ന് നിൻ്റെ സഹനത്തിൽ അവൻ പങ്കുചേർന്ന് നിന്നെ ചേർത്ത് പിടിക്കും. അടുത്ത വചനം ശ്രദ്ധിക്കുക, അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. ഇത്രയും നേരം പറഞ്ഞതിനെല്ലാം ഒരൊറ്റ വാക്യത്തിലാണ് നമുക്ക് ഒതുക്കാൻ പറ്റുന്നത്. ഈശോയോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. പത്രോസിലേക്ക് പറ്റിപ്പോയ അബദ്ധം നമ്മൾ ഇന്നലെ ചിന്തിച്ചില്ലേ? അകന്നുപോയി, അങ്ങനെ ദൂരെ പോയി, വലിയൊരു വീഴ്ചയിലേക്ക് പോയി. നമുക്ക് അങ്ങനത്തെ അവസരങ്ങൾ വരണമെന്നില്ല. അതിനു മുമ്പേ സൂചന തരികയാണ്, അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ നോമ്പ് ധ്യാനത്തിൻ്റെ സമയത്തൊക്കെ ഓരോ വചനവും, ഓരോ ബോധ്യങ്ങളും, ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കുന്ന കൂദാശകളും എല്ലാം എത്തിക്കേണ്ടത് ഇവിടെയാണ്. ഈശോയോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അടുത്ത വചനം ഇങ്ങനെയാണ്, നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. ഇപ്പം മോശമായിട്ടിരിക്കുകയാണ്, ഇപ്പോൾ ഒത്തിരി സങ്കടങ്ങളോടെ നിൽക്കുകയാണ്. ചിലപ്പോൾ ഇതൊക്കെ നിർത്താൻ തോന്നിപ്പോകുന്നൊരു സമയമാണ്, മടുത്തു പോകുന്ന സമയമാണ്. ഈശോയെ എനിക്ക് മടുത്തു, ഇനി ഒരു സഹനം കൂടെ വന്നാൽ ഞാൻ തീർന്നു പോകുന്നൊക്കെ പറഞ്ഞ് ഇതെന്തിനാ ഇത്രയും സഹനം എന്നൊക്കെ നമ്മൾ ചോദിച്ച് നിൽക്കുന്ന സമയമാണ്. വചനം നമ്മുടെ മുമ്പിൽ പറയണം, നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. ആ വചനഭാഗത്തിൽ ഒരടയാളം വെച്ചിട്ട് പഴയ നിയമത്തിൽ ജോബിൻ്റെ പുസ്തകം നിങ്ങൾ എടുക്കണം. ജോബിൻ്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, ജോബ് ചാപ്റ്റർ 8 വേഴ്സ് 7. ജോബിൻ്റെ കൂട്ടുകാരനായ ബിൽദാദ് ജോബിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ വായിച്ച ആ വചനത്തോട് ചേർത്ത് ചിന്തിക്കാൻ പറ്റും. 8:7, നിൻ്റെ ആരംഭം എളിയതായിരുന്നെങ്കിൽ തന്നെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും. വചനം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ, നിൻ്റെ ആരംഭം എളിയതായിരുന്നെങ്കിൽ തന്നെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും. ഇറ്റ് സ്റ്റാർട്ടഡ് സ്മോൾ ബട്ട് യു വിൽ എൻഡ് ബ്യൂട്ടിഫുൾ. ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് കർത്താവ് ഇതിനൊരു ക്ലൈമാക്സ് കൊണ്ടുവരുന്നു. പ്രിയപ്പെട്ട സ്വരങ്ങൾ, അത് നമ്മുടെ ഹൃദയത്തിലോട്ട് അതൊന്ന് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഈ സഹനത്തെ നമുക്ക് ഒന്ന് അതിജീവിക്കാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ വിചാരിക്കും ഇതെവിടെ കൊണ്ട് അവസാനിക്കാനാണ്, ഇതെങ്ങോട്ടാണ് ഇത് പോകുന്നത്? കർത്താവ് തീരുന്നില്ലല്ലോ സഹനം. കുരിശിൻ്റെ വഴി പ്രാർത്ഥന നമ്മൾ ചെല്ലുന്ന പോലെ ഒരു വേദന തീരുമ്പോൾ അടുത്ത വേദന വന്നു. ഇതെങ്ങോട്ടാണ് കർത്താവ്, എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ചോദിക്കും. നിൻ്റെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കുന്നു. തുടക്കം മോശമായിരുന്നു, ഇപ്പം നീ കടന്നു പോകുന്നത് ചിലപ്പോൾ വളരെ വേദനയുടെ ദിവസങ്ങളിലൂടെ ആയിരിക്കും. വാഗ്ദാനമാണ്, അതിമഹത്തായിരിക്കും. ഒരു ആമേൻ പറഞ്ഞത് സ്വീകരിച്ചേ. ഇപ്പം കടവാണ്, ഇപ്പം രോഗമാണ്. കർത്താവ് ഇതെങ്ങോട്ട് പോകുന്നു? ഇനി എന്തോരം മരുന്ന് കഴിക്കണം? ഇനി ആരുടെ മുമ്പിൽ പോയി കൈ നീട്ടണം? ഇനി ഈ നാണക്കേട് കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും? അതിമഹത്തായിരിക്കും നിൻ്റെ അവസാനം. ഇപ്പം ചിലപ്പോൾ പാപത്തിൻ്റെ ഒരു പടുകുഴിയിലായിരിക്കും. കർത്താവ് എനിക്ക് പറ്റണില്ല, കർത്താവ് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്, ഈ ചീത്ത അവസാനിപ്പിക്കാൻ, ഈ മോശമായ ജീവിതം ഒന്ന് തിരുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. പൗലോസ്ലീഹായെ പോലെ പറയുന്നുണ്ട്, ഈ മുള്ളൊന്ന് എടുത്ത് മാറ്റാവോ? ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ നോമ്പ് കാലത്ത് പോലും അതികഠിനമായ പാപത്തിലേക്ക് ഞാൻ വീണു പോവാണ്. എന്നെ ഒന്ന് സഹായിക്ക്, ഞാനിത് പാപത്തിൻ്റെ പടുകുഴിയിലാണ്. വചനം ഓർമ്മപ്പെടുത്തുകയാണ്, ഉറപ്പിക്കുകയാണ്, ഉറപ്പ് നൽകുകയാണ്. നിൻ്റെ ആരംഭം മോശമായിരുന്നെങ്കിലും അവസാനം അതിമഹത്തായിരിക്കും. നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. പ്രിയപ്പെട്ട സ്വരങ്ങളെ, പ്രഭാഷണ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിലെ കുറച്ച് വചനങ്ങളാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് വായിച്ചേ. പത്രോസ്ലീഹ മുമ്പേ പറഞ്ഞതുപോലെ, നമ്മൾ വായിച്ചതുപോലെ, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. വന്നേക്കാം, പ്രതീക്ഷിച്ച് സഹനങ്ങൾ വന്നേക്കാം, അപ്രതീക്ഷിതമായ സഹനങ്ങൾ വന്നേക്കാം. സ്വീകരിക്കുക. ഇതെൻ്റെ വിധിയാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയല്ല, ഈശോ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് ആമേൻ പറയുക. കാരണം അവിടെ ആമേൻ പറയുന്ന സമയത്ത്
കർത്താവ് നിൻ്റെ കൂടെ നിൽക്കുകയാണ്. പരാതിപ്പെട്ടാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 100 കണക്കിന് കാരണങ്ങളാണ്. പ്രത്യാശയ്ക്ക് ഒറ്റ കാരണം, ഈ സഹനത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല, ഈശോയുടെ കൂടെയാണ്. ആ വചനം പറയുകയാണ്, ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത്. ചിലപ്പോൾ നമുക്കിങ്ങനെ ദേഷ്യപ്പെടാൻ തോന്നും. ചിലപ്പോൾ കർത്താവിനോട് പോലും നമ്മൾ പൊട്ടിത്തെറിക്കും, ഇനി പള്ളി പോകുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. ചിലപ്പോൾ ഇത് പ്രതീക്ഷിച്ചതല്ലല്ലോ, നമ്മുടെ ശാന്തത വെടിയും നമ്മൾ. ഈ അടുത്തിടയ്ക്ക് ഒരു അമ്മച്ചി ഇവിടെ ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ, ഇവിടെ നമ്മുടെ ധ്യാനകേന്ദ്രത്തിലൊക്കെ ധ്യാനമില്ലാത്ത സമയങ്ങളിലൊക്കെ ആൾക്കാരിങ്ങനെ കാണാനൊക്കെ വരും. ഇവിടെ കൺവെൻഷൻ്റെ സമയത്തൊക്കെ ഒത്തിരി ആൾക്കാർ നമ്മൾ കാണുകയല്ലേ, അച്ഛന്മാരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി കണ്ട് പ്രാർത്ഥിക്കും. ഇപ്പം എൻ്റെ അടുത്തൊരു കൊച്ചു പയ്യനെയും കൊണ്ട്, ഒരു 16-17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു കൊച്ചു പയ്യനെയും കൊണ്ട് ഒരു അമ്മച്ചി വന്നു. അമ്മച്ചി വളരെ സങ്കടത്തോടുകൂടി ഇങ്ങനെ വന്ന് പറഞ്ഞു, അച്ഛാ എൻ്റെ മോൻ നിരീശ്വരവാദിയായിപ്പോയി അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ എനിക്കൊരു ഞെട്ടലുണ്ടായി. ഇപ്പം 16-17 വയസ്സ് അത്ര കഠിനമായിട്ടൊക്കെ വായിക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഒരു ബോധ്യം കിട്ടിയതായിരിക്കും. പക്ഷേ ഇവനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവനോട് ചോദിച്ചടാ, നീ നിരീശ്വരവാദിയായിപ്പോയോ? അവൻ പറഞ്ഞു, അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പാവം ഒരു നിഷ്കളങ്കായ അമ്മച്ചിയാണ്, അമ്മച്ചിയുടെ ഒരു സങ്കടത്തിൽ പറഞ്ഞാണ് അവൻ നിരീശ്വരവാദിയായിപ്പോയെന്ന്. ഞാൻ അവനോട് ചോദിച്ചു, നീ പള്ളി പോകാറുണ്ടോ? ഞാൻ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ പള്ളി പോകാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എല്ലാ ദിവസവും പള്ളി പോകാൻ പറ്റുമോ? ഓ ഇല്ല പറ്റത്തില്ലെന്ന്. ഞാൻ ചോദിച്ചു, സാഹചര്യം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, എനിക്ക് ഉറക്കമൊക്കെ വരും, പിന്നെ ഇച്ചിരി മടിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് പോകാത്തതെന്ന് പറഞ്ഞു. നിഷ്കളങ്കനായ ഒരു പയ്യൻ. ഞാൻ ചോദിച്ചു, ചേട്ടാ നീ ബൈബിൾ വായിക്കാറുണ്ടോ? ബൈബിൾ വായിക്കാറുണ്ട് അച്ഛാ, കുറച്ച്. എല്ലാം ഒന്നും മനസ്സിലാവില്ല, എന്നാലും വായിക്കും. നീ വേറെ എന്ത് പുസ്തകമൊക്കെ വായിക്കുന്നത്? പറഞ്ഞു, അങ്ങനെ വേറെ പുസ്തകമൊന്നും വായിക്കാറില്ലെന്ന്. ഞാൻ ചോദിച്ചു, നീ പിന്നെ എങ്ങനെ നിരീശ്വരവാദിയായത്? അവൻ പറഞ്ഞു, അച്ഛാ അത് അമ്മയല്ലേ പറയണേ, ഞാൻ നിരീശ്വരവാദിയൊന്നും ആയിട്ടില്ലെന്ന്. അമ്മച്ചി ഇങ്ങനെ ചങ്ക് നിലവിളിക്കാൻ പറഞ്ഞ, എൻ്റെ അച്ഛാ കയ്യിൽ നിന്ന് പോയി, അവൻ്റെ വിശ്വാസം മുഴുവൻ പോയി, അവൻ ഈശോയെ തള്ളിപ്പറഞ്ഞു, നിരീശ്വരവാദിയായി. എന്നിട്ടാണ് ഈ സംഭവം മുഴുവൻ പറഞ്ഞത്. എന്നറിയോ, ഇവന് ഒരു എക്സാം ഉണ്ടായിരുന്നു, റിസൾട്ട് നല്ലത് പ്രതീക്ഷിച്ചു. ഇവൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനൊക്കെയാണ്, പറഞ്ഞതനുസരിച്ച് നല്ല പ്രതീക്ഷയുള്ളൊരു പയ്യനാണ്. ഇവൻ്റെ കൂടെയുള്ളവർക്കും ഭയങ്കര പ്രതീക്ഷയാണ് ഇവനെക്കുറിച്ച്. എന്തോ ഒരു സ്പെഷ്യൽ എക്സാമാണ്, എന്തോ ഞാൻ എൻ്റെ ഓർമ്മയിലില്ല, എന്തോ സ്കോളർഷിപ്പ് പോലത്തെ അങ്ങനത്തെ എന്തിനു വേണ്ടിയുള്ള എക്സാമാണ്. എല്ലാവർക്കും പ്രതീക്ഷയായിരുന്നു ഇവൻ്റെ സ്കൂളിൽ ഇത് ഇവന് തന്നെ കിട്ടുമെന്ന്. അവനും പ്രതീക്ഷയാണ്. അങ്ങനെ അവൻ നല്ല ജില്ലായിട്ട് നിൽക്കുന്ന സമയത്താണ് കിട്ടിയില്ലെന്ന് മാത്രമല്ല, നേരെ ഓപ്പോസിറ്റായ ചില കാര്യങ്ങളാണ് അവൻ കേൾക്കേണ്ടി വന്നത്. അവനിൽ പ്രതീക്ഷ അർപ്പിച്ച അധ്യാപകർ പോലും എന്തോ ഇച്ചിരി വേദനിപ്പിക്കുന്ന രീതിയിൽ ഈ റിസൾട്ട് വന്നതിന് ശേഷം അവനോട് പറഞ്ഞു, എന്തായാലും പരീക്ഷ തോറ്റു. അവൻ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ലെന്ന് മാത്രമല്ല, അപ്രതീക്ഷിതമായൊരു തെറ്റിദ്ധാരണയോ എന്തോ കളിയാക്കലോ ഒക്കെ കിട്ടി. ഇവൻ അങ്ങ് ഭയങ്കര വിഷമായി. പാവം ചെറുക്കൻ. അവൻ എന്നാ ചെയ്തു, എല്ലാ ദിവസവും വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നില്ലേ, പ്രാർത്ഥനാ മുറിയിൽ ചെന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞു, നിർബന്ധിച്ചു. അവൻ ചോദിച്ചു, എൻ്റെ പരീക്ഷ ഞാൻ ജയിച്ചില്ല, ഇനി ഞാൻ എന്നെ പ്രാർത്ഥിക്കാനെന്ന് ചോദിച്ചു. അല്ലേ, ദൗർഭാഗ്യം വന്നു, അവൻ്റെ മുമ്പിലൊരു പരീക്ഷണം വന്നു. അമ്മച്ചി പറഞ്ഞു, പ്രാർത്ഥിക്കണം, എന്നാ വന്നാലും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അച്ഛനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ എന്നാ സഹനം വന്നാലും ഈശോയെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ആ ചെറുക്കനും ഇഷ്ടപ്പെടാഞ്ഞപ്പോൾ അവൻ എന്നാ ചെയ്തെന്നറിയോ? നിങ്ങളങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ. അവൻ അവിടെ ഉണ്ടായിരുന്ന ഈശോയുടെ ഒരു കുഞ്ഞു രൂപം അതെടുത്ത് ഒറ്റയടി വെച്ച് കൊടുത്തു. അമ്മയ്ക്കിട്ടല്ല കേട്ടോ, അവനവിടെ അടിച്ച് ഈശോയുടെ രൂപത്തിൻ്റെ തല പൊട്ടിച്ചു. അമ്മച്ചിക്ക് അതുപോലെ. പാവം ചെറുക്കൻ, അവൻ അറിവില്ലാത്തതുകൊണ്ട് പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ ശാന്തത നഷ്ടപ്പെട്ടു പോയപ്പോൾ ചെയ്തതാണ്. അവനത്രയൊന്നും സീരിയസ് ആയിട്ട് ചിന്തിച്ചില്ല. അമ്മച്ചി അപ്പോഴേ എഴുതി പ്രഖ്യാപിച്ചു, മോൻ നിരീശ്വരവാദിയായിപ്പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരീശ്വരവാദി ആയതല്ല, അവൻ്റെ സങ്കടത്തിൽ അവന് നഷ്ടപ്പെട്ടത് അവൻ്റെ ശാന്തതയാണ്. വചനം കേട്ടില്ലേ, ഈ സഹനത്തിൽ ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത്. ഈ കൊച്ചു പയ്യൻ ഈശോയുടെ രൂപം എടുത്ത് പൊട്ടിച്ചു. നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് സഹനങ്ങളൊക്കെ കൂടുമ്പോൾ, ഒന്നിനു പുറകെ ഒന്നായിട്ട് വേദനകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ വിശ്വാസം തന്നെ തല്ലിപ്പൊട്ടിച്ച് കളയും. ഈശോ എനിക്ക് വേണ്ട, ഇനി പള്ളി പോകുന്നില്ല എന്നൊക്കെ പറയും. ഒരുപക്ഷെ ചിലപ്പോൾ 1-2 ധ്യാനങ്ങൾ കൂടി, ചില നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടിയില്ല. കൃത്യസമയത്ത് പ്രതീക്ഷിച്ച സമയത്തൊരു റിസൾട്ട് വന്നില്ല. നിങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും റോങ് ആയൊരു ഓപ്പോസിറ്റായൊരു റിസൾട്ടാണ് വന്നത്. ചിലപ്പോൾ നമുക്ക് ശാന്തത കൈവിട്ട് പോകും. വചനം പറയുകയാണത് വിടരുത്. കാരണം ഇപ്പോൾ ഇത് കഴിയുമ്പോൾ ഒരു റിസൾട്ടുണ്ട്. നീ പ്രതീക്ഷിച്ച റിസൾട്ടിനെക്കാട്ടും വലുതായതൊന്ന് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. തൊട്ടടുത്ത വചനം ഇങ്ങനെയാണ്, പത്രോസിലെ പറഞ്ഞ അതേ വചനം ഇവിടെ. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ഈ പ്രശ്നത്തെ, ഈ പ്രതിസന്ധിയെ, ഈ വേദന, ഈ പരാജയത്തെ നീ അതിജീവിക്കുമ്പോൾ നീ ആരായി മാറുകയാണ്? ചുമ്മാ പ്രശ്നത്തെ അതിജീവിച്ച ഒരു സൂപ്പർ ഹീറോ അല്ല. പകരം പ്രശ്നത്തെ അതിജീവിക്കുന്ന നീ ക്രിസ്തുവിൻ്റെ കൂടെ കൂട്ടവകാശിയായി നിൻ്റെ സഹനത്തിൽ കർത്താവിനെ നീ കണ്ടെത്തി. ഈ സഹനത്തിൽ നീ തീച്ചൂളയിൽ വെന്തുരുകിയാൽ സ്വർണത്തെക്കാൾ കൂടുതൽ പ്രകാശിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മകനായിട്ട് മകളായിട്ട് നീ മാറും. ഇതാണ് വചനം നമുക്ക് വാഗ്ദാനം നൽകുക. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ഈ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ
നീ കുറച്ചും കൂടെ ഈശോയ്ക്ക് പ്രിയങ്കരിയായിട്ട് മാറുകയാണ്. കർത്താവിന് സ്വീകാര്യമായൊരു ജീവിതം നിനക്ക് ഉണ്ടായി മാറുകയാണ്. ഈ സഹനത്തിൽ ഇട്ടേച്ച് പോകാനല്ല, ഈ സഹനത്തിൽ പരാതി പറയാനല്ല, ഈ സഹനം വരുമ്പോഴത്തേനും ജീവിതം മടുത്തു അവസാനിപ്പിക്കുക അല്ല, നമുക്ക് അതിജീവിക്കാം. നമ്മളിൽ ആശ്രയിച്ചുകൊണ്ടല്ല, ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട്. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് ഈ ദിവസങ്ങളിൽ തന്നെ ചില സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ട മക്കളുണ്ടാകാം. ചിലപ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ചാനലൊക്കെ തുറന്നു വെച്ചിട്ട് കുറച്ച് നേരം വചനം കേൾക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഒരു ബോധ്യമായിട്ട് ഒരു വിളിയായിട്ട് ഇത് സ്വീകരിക്കണേ. ഇതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ നീ സ്വർണം പോലെ പ്രകാശിക്കും. അതൊരു ഉറപ്പായിട്ട് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. തൊട്ടടുത്ത വചനം, കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുക, അവിടെ നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. വചനം നോക്ക്, കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. ഇപ്പം ഈ സഹനത്തിലോട്ട് നോക്കിയിരിക്കേണ്ട, ഇപ്പം ഈ അപ്രതീക്ഷിതമായി വന്ന കുരിശിലോട്ട് നോക്കിയിരിക്കേണ്ട. ഇതിനെ അതിജീവിക്കാൻ നിനക്ക് പറ്റും. കർത്താവിനെ മാത്രം നോക്കുക. അടുത്ത വചനം ശ്രദ്ധിച്ചേ, കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. 2-3 കാര്യങ്ങൾ നിങ്ങളൊന്ന് അടയാളപ്പെടുത്തിയിടണേ. കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. തൊട്ടടുത്ത വചനം, വീഴാതിരിക്കാൻ വഴി തെറ്റരുത്, കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. അടുത്ത വചനം കൂടെ ഒന്ന് അടയാളപ്പെടുത്തിയിടുക, കർത്താവിൻ്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. എടുത്തെടുത്ത് പറയാണ്, നിൻ്റെ ഭാവി ശോഭനമായിരിക്കും. ജോബിൻ്റെ പുസ്തകത്തിൽ വായിച്ചതുപോലെ, പത്രോസ് നമ്മളോട് പറഞ്ഞതുപോലെ, ഇതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ ഐശ്വര്യവും സമാധാനവും നിത്യാനന്ദവും അനുഗ്രഹവും ആഹ്ലാദവും മഹത്വവും കർത്താവ് തരും. ചുമ്മാ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കല്ല, ഈ പ്രതിസന്ധിയിൽ അതിജീവിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നവരെ, ഈ പീഡാസഹനങ്ങളിൽ ഞാൻ ഈശോയുടെ കൂടെയാണെന്ന് വിശ്വസിച്ച് ഇതിനെ അതിജീവിക്കാൻ തീരുമാനിക്കുന്നവരെ, അവരുടെ ജീവിതം പ്രത്യാശ നിറഞ്ഞായിരിക്കും. ഐശ്വര്യമുള്ള അനന്തമായ വിശുദ്ധമായ ഒരു സന്തോഷത്തിൻ്റെ ജീവിതം, ആഹ്ലാദത്തിൻ്റെ ആനന്ദത്തിൻ്റെ ജീവിതം കർത്താവ് തരും. അടുത്ത വചനം, കഴിഞ്ഞ തലമുറകളെക്കുറിച്ച് ചിന്തിക്കുവിൻ, കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? നമ്മൾ വിളിച്ചപേക്ഷിച്ചു, നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരുന്നു, നമ്മൾ ക്ഷമയോടെ ഇതൊക്കെ സഹിച്ചു. റിസൾട്ട് ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശപ്പെട്ടു പോകല്ല്. ചിലപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും, ഇങ്ങനെ ദൈവമേ ഈ 2026 സഹനം തീരും, എൻ്റെ വേദന തീരും. പക്ഷേ 2026 നോമ്പ് കാലത്ത് പുത്തനൊരു സഹനം വന്നു. പ്രതീക്ഷ പോയേക്കാം, നിരാശ വന്നേക്കാം. പക്ഷേ ഓർത്തോ, കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, എന്നോട് നിങ്ങളോടും, ഈ കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാ നാണം കെട്ടിട്ടുള്ളതെന്ന്. നോക്ക്, നമ്മുടെ കഴിഞ്ഞ കാലത്ത് ജീവിതത്തിലേക്കൊക്കെ നമ്മൾ നോക്കിയാൽ മതി. ഓരോ സഹനത്തിൻ്റെ സമയത്തും ഈശോയിൽ വിശ്വാസം അർപ്പിച്ചിട്ട് നമുക്ക് എന്ത് നഷ്ടം ഉണ്ടായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മനുഷ്യരിൽ വിശ്വാസം അർപ്പിച്ച് പ്രത്യാശ അർപ്പിച്ച് ചിലപ്പോൾ നമുക്ക് വലിയ കണ്ണുനീരുകൾ വന്നിട്ടുണ്ടാകാം, സഹനത്തിൻ്റെ ഒരു മുറിവ് ചിലപ്പോൾ വലുതായിട്ടുണ്ടാകാം. പക്ഷേ ഈശോയിൽ ആശ്രയിച്ചിട്ട് നമുക്ക് എന്ത് നഷ്ടം നമുക്ക് പറയാനുണ്ട്? അനുഗ്രഹം അല്ലാതെ വേറെ ഒന്നും ആ കണക്ക് പുസ്തകത്തിൽ നമുക്ക് എഴുതാനില്ല. കർത്താവിൻ്റെ ഭക്തരെ അവിടുന്ന് ആശ്രയിക്കാൻ, അവിടുത്തെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? അവസാനത്തെ ഒരു വചനം കൂടെ വായിക്കാം. കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്, അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്ക് എത്തുകയും ചെയ്യുന്നു. നമുക്കൊരു ഉറപ്പാണ്, നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ദിവസങ്ങളിൽ, നമ്മുടെ വേദനയുടെ സമയങ്ങളിൽ ഉറപ്പായിട്ടും നമുക്ക് ആവശ്യമായ സമയത്ത് കർത്താവ് നമ്മളെ സഹായിക്കും, നമ്മളെ കൈവിടില്ല. ഈ ഒരു ബോധ്യം, ഈ ഒരു വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ പ്രത്യാശ നമുക്ക് തരും. ഈ കുരിശുകൾ, ഈ വേദനകൾ, അപ്രതീക്ഷിതമായിട്ട് വരുന്ന ദൗർഭാഗ്യങ്ങളിൽ നമ്മുടെ ശാന്തത കൈവിടാതിരിക്കാൻ, നമുക്ക് ഈ വിശുദ്ധിയിൽ നിലനിൽക്കാൻ, ഇതിനെയൊക്കെ അതിജീവിച്ച് ഈശോയെ തന്നെ നോക്കി മുമ്പോട്ട് പോകാൻ ഈ ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടത്. മറ്റൊന്നിലേക്ക് നോക്കണ്ട, അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും തിരിഞ്ഞു നോക്കണ്ട, സഹായിക്കാൻ ആരും വരുമെന്ന് വിചാരിക്കേണ്ട. കുരിശിൻ്റെ വഴിയിലൊക്കെ നമ്മൾ ധ്യാനിച്ച് കടന്നു പോകുമ്പോൾ ഇങ്ങനെ ആ ഒരു നിലവിളിയെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ഇടത്തോട്ട് നോക്കി, വലത്തോട്ട് നോക്കി, എന്നെ അറിയുന്നവരാരുമില്ല, സഹായിക്കാൻ ആരുമില്ല. ഇത് വരാം അല്ലേ? പ്രതീക്ഷിക്കുന്ന സഹനങ്ങളിൽ, അപ്രതീക്ഷിതമായ വേദനകളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക്, ഇവരെ സഹായിച്ചോളും. ആരെയും കാണുന്നില്ല. ഇത് വന്നിട്ടില്ലേ നിങ്ങൾക്ക്? എത്രയോ തവണ വന്നിട്ടുണ്ടാകും. ഒരുപക്ഷെ അവർ സഹിച്ചപ്പോൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ സഹിച്ചപ്പോൾ, അവർ ചില കുരിശൊക്കെ എടുത്ത് നടക്കുന്ന സമയത്ത് ഈശോയുടെ കുരിശാരോഹണത്തിൻ്റെ ആ ഒരു യാത്രയിൽ നമ്മൾ കാണുന്നുണ്ട്, ശിമയോൻ ഈശോയെ പോയി സഹായിക്കുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ ഒത്തിരി സഹനത്തിലൂടെ കടന്നു പോയ സമയത്ത് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആരോഗ്യവും എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ചിലപ്പോൾ അവരെ ഒന്ന് സഹായിക്കാൻ പോയി നല്ല ശിമയോനായിട്ടുണ്ടാകും. കുരിശിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, ഈ നേരത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ തന്നെ പരിത്യജിച്ച് എൻ്റെ അങ്ങയുടെ കുരിശെടുത്ത് സഹായിച്ചേനെന്നൊക്കെ പറയുന്നില്ലേ. നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടാവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈശോയല്ല, ചിലപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ സഹായിച്ചിട്ടുണ്ടാവും. ഈശോയുടെ സഹനങ്ങൾ നമ്മൾ കൂടെ നിന്നതുപോലെ, നമ്മളിപ്പോൾ ധ്യാനിച്ചതുപോലെ മനുഷ്യരുടെ ഒത്തിരി സഹനങ്ങൾ, നിങ്ങളുടെ ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, കൂട്ടുകാർ,
അവർ വലിയ സഹനത്തിലായിരുന്നപ്പോൾ നിങ്ങളുടെ കയ്യും മെയ്യും ഒക്കെ മറന്ന് അവരെ സഹായിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് നീങ്ങുമ്പോൾ, ഇന്ന് നീ ഒറ്റപ്പെട്ട് നീ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ചുറ്റും നോക്ക്, ചിലപ്പോൾ ആരെയും കാണുന്നുണ്ടാവില്ല. ഞാൻ ഇടത്തോട്ട് നോക്കി വലത്തോട്ട് നോക്കി ആരെയും കാണുന്നില്ല. എന്നെ അറിയുന്നവരാരുമില്ല. വിങ്ങിപ്പൊട്ടാൻ കൂടെ ഒരു ഹൃദയമില്ല. തേങ്ങിക്കരയാൻ കൂടെ 2 കണ്ണുകളില്ല. എൻ്റെ വേദന ആരും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിലവിളിക്കുകയാണ്. ആരും അറിയുന്നില്ല, ആരും സഹായിക്കാനില്ല. മുന്നോട്ടും മാത്രം നോക്കണം, പിന്നോട്ട് നോക്കരുത്, വശങ്ങളിലേക്ക് നോക്കരുത്. സങ്കടം കൂടും, മുന്നിലോട്ട് നോക്കണം. മുന്നിൽ നോക്കിയാൽ മുന്നേ നടക്കുന്ന ഈശോയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കുരിശിൻ്റെ ഭാരം കൂടുതലാണ്, ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഇതെനിക്ക് ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ മുമ്പോട്ട് നോക്കിക്കോണം. കുരിശെടുക്കാൻ സൈഡിലൊരു ശിമയോൻ ഉണ്ടാവില്ല, മുഖം തുടച്ചു തരാൻ സൈഡിലൊരു വേറോനിക്ക ഉണ്ടാവില്ല, വിങ്ങിപ്പൊട്ടാനൊരു മറിയം ഉണ്ടാവില്ല, നിലവിളിക്കാൻ ജെറുസലേമിലെ സ്ത്രീകളുണ്ടാവില്ല, കുറ്റം ആരോപിക്കാൻ പീലാത്തോസും ചാട്ടയെടുത്തടിക്കാൻ പടയാളികളും മാത്രമേ ഉണ്ടാവുള്ളൂ. മുമ്പോട്ട് നടക്കാൻ തയ്യാറാണെങ്കിൽ മുമ്പിൽ നിങ്ങൾ ഈശോയെ കാണും. മുട്ടിടിച്ച് വീഴുമ്പോൾ ഒന്നാം മുട്ടയിൽ എഴുന്നേറ്റ് നിന്ന് നോക്കുമ്പോൾ മുട്ടുകുത്തി വീണിട്ട് വീണ്ടും എഴുന്നേറ്റ് നടക്കുന്ന ഈശോയെ നിങ്ങൾ കാണും. കുരിശിൻ്റെ ഭാരം കൂടിപ്പോയെന്ന് തോന്നുമ്പോൾ ആ കുരിശിൻ്റെ ഭാരമെടുത്ത് മുമ്പോട്ട് നീങ്ങാൻ തയ്യാറായാൽ മുമ്പേ നടക്കുന്ന ഈശോയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മുമ്പിൽ വരാനിരിക്കുന്ന വലിയ സഹനത്തെ ഓർത്ത് പേടിച്ച് നിൽക്കുകയാണെങ്കിൽ ആ സഹനത്തെ നോക്കാതെ ആ സഹനത്തിൻ്റെ മുമ്പിൽ നെടുകയും കുറുകയും ഒരു കുരിശിൽ കിടന്ന ഈശോയെ നിങ്ങൾ നോക്കണം. എല്ലാം അവസാനിച്ചു പോകുമെന്ന് തോന്നുന്ന സമയത്ത് ഈ കുരിശിനെയും അതിജീവിച്ച് കല്ലറയെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോയെ മാത്രം നിങ്ങൾ നോക്കണം. ക്രിസ്തുവിനെ നോക്കി നടക്കുന്നവൻ തട്ടി വീഴത്തില്ല, വശങ്ങളിലേക്ക് അവൻ്റെ ശ്രദ്ധ പോവില്ല, പിന്നാമ്പുറങ്ങളെ ഓർത്തവൻ വേദനിച്ച് നിൽക്കില്ല. മുമ്പിൽ ഈശോ മാത്രം, നിന്നെ സ്വന്തമാക്കിയ, നിൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ഈശോ മാത്രം. ഉണ്ടല്ലേ പൗലോസ്ലീഹ വളരെ സുന്ദരമായിട്ട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിങ്ങൾ എഴുതി വെക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ പിന്നിലുള്ളതൊക്കെ പോട്ടെ, ഞാൻ ആരെ നോക്കുന്നു? ഈശോയെ നോക്കുന്നു. ഹെബ്രായർക്കുള്ള ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മളെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും ഒക്കെ നമുക്ക് നീക്കിക്കളയാം. നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടപ്പന്തയം നമുക്ക് പൂർത്തിയാക്കാം. എങ്ങനെ ഓടണം? മുൻപിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ വേണ്ടിയിട്ട്. ഈ ഒരു വചനം ഒന്ന് വായിക്കുന്ന നല്ലതാണെന്ന് തോന്നുന്നു. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. ഫിലിപ്പി 3:12-13 ഒരുമിച്ച് വായിക്കാം. പൗലോസ്ലീഹ ഇങ്ങനെ പറയാണ്, ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല, ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. അടുത്ത വചനം അടയാളപ്പെടുത്തിയിടണേ, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഐ ആം ഹിസ് ബിലവഡ്. ഈ സഹനത്തിൽ ഈശോ എന്നെ ഈശോയുടെ സ്വന്തമാക്കി. കാരണം എന്താ? ഈശോയുടെ സഹനത്തെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ സമ്മാനം, ഈശോ എന്നെ സ്വന്തമാക്കി. അടുത്ത വചനം, സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല, എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച്, ഒരുമിച്ച് വായിച്ചേ, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. പുറകോട്ടും പോകുന്നില്ല, സൈഡിലോട്ടും നോക്കുന്നില്ല, മുൻപിലേക്ക് മുന്നേറുകയാണ്. അടുത്ത വചനം, യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. പിന്നിലുള്ളതിനെ ഒന്നും നോക്കുന്നില്ല എന്നോ പൗലോസ്ലീഹ പറയുക. പുറകിൽ ഇല്ല, സൈഡിലോട്ടൊന്നും നോക്കുന്നില്ല, ഈശോയെ മാത്രം നോക്കുക. കഴിഞ്ഞ കാലത്ത് സങ്കടങ്ങളുണ്ടായി, അപ്പുറം ഇപ്പുറം നിന്ന് ഞെരുക്കങ്ങളുണ്ടാവുന്നുണ്ട്, പക്ഷെ മുമ്പിൽ ആരാ? ഈശോയാണ്. എല്ലാം മറന്നു കളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഈശോയെ നോക്കി നടക്കുക. ഈ നോമ്പിൽ സഹനങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു സുവിശേഷം അതാണ്, ഞാൻ മുന്നോട്ട് നീങ്ങും, ഞാൻ മുന്നേറും. പൗലോസ്ലീഹ ഈശോയെ കണ്ടതുപോലെ ഹെബ്രായർക്കുള്ള ലേഖനത്തിൻ്റെ ആ ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. 12-1-2 വാക്യങ്ങൾ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. ഈ പാപവും ഭാരവും ഒക്കെ നീക്കിക്കളയണം. സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുണ്ട്. ഏത് സാക്ഷികൾ? വിശുദ്ധരുടെ ഒരു ഗണത്തെക്കുറിച്ച് മാത്രമല്ല, ഈ സഹനത്തെ അതിജീവിച്ചവർ, ഈശോയെ മാത്രം നോക്കി സഹനത്തെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങിയ ഒരു വിശ്വാസ സമൂഹമുണ്ട്, ഒരു സാക്ഷി സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. അവരെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങണം. അടുത്ത വചനം, സ്ഥിരോത്സാഹത്തോടെ ഈ ഓട്ടപ്പന്തയം, നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. 2-ാം വാക്യം, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നതിനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. അവൻ ആ കുരിശിൻ്റെ ഭാരമെടുത്ത് മുമ്പോട്ട് ഓടി, മടുത്തില്ല, ഇട്ടേച്ച് പോയില്ല, മതിയെന്ന് പറഞ്ഞില്ല, മുമ്പോട്ട് നീങ്ങി നമുക്ക് വേണ്ടി. അതുപോലെ നമ്മളും ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. പഴയ നിയമത്തിൽ സുന്ദരമായൊരു വചനം ഇങ്ങനെയില്ലേ, യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ, നിങ്ങളിനി കഴിഞ്ഞതൊന്നും ഓർക്കരുതേ, അതൊന്നും ഓർത്തിരിക്കേണ്ട, കഴിഞ്ഞ കാലത്തിലേക്ക് ഒന്നും നോക്കണ്ട, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളാണ്. ഐസയ 43:18-19 വചനം വായിക്കാം, നമുക്ക് ഒരുമിച്ച് വായിക്കാം. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ
പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. കർത്താവ് നമ്മളോട് പറയണതാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ കാര്യം ചെയ്യാൻ പോവാണ്. പുതിയ കാര്യം സ്വീകരിക്കണമെങ്കിൽ നമ്മൾ എന്നാ വേണം? പഴയത് പിടിവിടണം. ചിലപ്പോൾ നമ്മൾ മുറുകെ പിടിച്ച ചിലതൊക്കെ വിട്ട് കളയേണ്ടി വരുമായിരിക്കും. നമ്മൾ മുറുകെ പിടിച്ച ചില വ്യക്തികളെ ചിലപ്പോൾ നമ്മളെ ഇട്ടേച്ച് പോകുമായിരിക്കും അവർ. നമ്മൾ ആശ്രയം വെച്ച സകലതും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മണൽത്തരി ഊർന്നു പോകുന്ന പോലെ ചിലപ്പോൾ വഴുതി പോയേക്കാം. പക്ഷെ ഉത്തരത്തിലുള്ളത് നമുക്ക് കിട്ടും. ഉത്തരത്തിലുള്ള ആ ഉത്തരത്തിൻ്റെ പേരാണ് ഈശോ. ആ ഈശോയെ കിട്ടും എന്നുള്ളതാണ് ഈ സഹനത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ ആനന്ദവും ആശ്വാസവും പ്രത്യാശയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലിയെ പോലെ ഈശോയെ നോക്കി നടക്കാൻ, പത്രോസ്ലിയെ പോലെ ഇടയ്ക്ക് കണ്ണൊന്ന് തെറ്റി ശ്രദ്ധയൊന്ന് തെറ്റി എങ്കിലും അവൻ്റെ നോട്ടം കിട്ടുന്ന സമയത്ത് വീണ്ടും അവൻ്റെ സ്നേഹത്തിലേക്കൊന്ന് തിരിച്ചു വരാൻ ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കണം. പഴയതെല്ലാം വിസ്മരിച്ചിട്ട് കർത്താവിനെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് പോകാൻ പറ്റണം. പ്രതീക്ഷിക്കാത്ത സഹനങ്ങൾ വരുമ്പോൾ, അപ്രതീക്ഷിതമായ കുരിശുകൾ വരുമ്പോൾ, ഇനി മുന്നോട്ട് നീങ്ങാൻ പറ്റില്ലെന്ന് തോന്നുമ്പോൾ ഈശോയെ മാത്രം നോക്കി നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അവിടെ നമ്മുടെ മുമ്പിൽ നമുക്കൊരു വലിയ ഉദാഹരണം എടുത്ത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പരിശ്രമിക്കണം. പ്രതീക്ഷിക്കാത്ത കുരിശുകൾ നമ്മുടെ മേൽ വരുമ്പോൾ ഈശോയെ നോക്കാൻ നമ്മളെ അത് സഹായിക്കും എന്ന് ഒരു പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെയൊക്കെ നമുക്കൊരു ബോധ്യം തരുന്ന ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് ഈശോയുടെ പീഡാസനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ കുറേ പേരെ കാണുന്നില്ലേ. അതിനകത്ത് വളരെ അധികം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഈ കിരേനക്കാരനായ ശിമയോൻ. ഈശോയുടെ കുരിശ് ചുമക്കാൻ വേണ്ടി സഹായിക്കുന്നു, അല്ലെ? ആ വചനഭാഗമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കുരിശിൻ്റെ വഴി നമ്മൾ പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഇപ്പം നമ്മൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് ശിമയോൻ്റെ ലൈഫ് നമ്മളായിട്ടൊന്ന് കണക്ട് ചെയ്യേണ്ടതുണ്ട്. കിരേനക്കാരനായ ശിമയോനെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുകയാണ്. നാട്ടിൻപുറത്തോടെ ഇങ്ങനെ പോകുന്നു. ഈശോയെ കാണാമെന്നുള്ള പ്രതീക്ഷയൊന്നുമല്ല, ഇങ്ങനെ ഒരു കുരിശ് വരുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല. അയാളുടെ കാര്യം നോക്കിയിട്ട് നടക്കുകയാണ്. നിങ്ങൾ വചനഭാഗം ഒന്ന് എടുക്കാവോ? ലൂക്ക 22-23 എന്ന് വായിക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ലൂക്ക് ചാപ്റ്റർ 23 23-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 26-ാം വാക്യം. ലൂക്ക 23-26 വചനം നമ്മളിങ്ങനെ വായിക്കുക. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ, ഈശോയെ കൊണ്ടുപോകുമ്പോൾ, നാട്ടിൻപുറത്ത് നിന്ന് ആ വഴി വന്ന ശിമയോൻ എന്നൊരു കിരേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ട് പോകാൻ നിർബന്ധിച്ചു. ആ വചനഭാഗം ഒന്ന് ധ്യാനിച്ചാൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു 1.5 മണിക്കൂറോളം ധ്യാനിക്കാനുള്ള കാര്യം ഉണ്ടാവും. കിരേനക്കാരനായ ശിമയോനാണ്. ഒരു സ്ഥലത്തിൻ്റെ പേരൊക്കെ പറയുന്നു. അയാളെ നാട്ടിൻപുറത്തൂടെ ഇങ്ങനെ പോവുകയാണ്. നമുക്ക് ഇയാൾക്ക് ഈശോയുമായി ഒരു ബന്ധമില്ല, ക്രൈസ്തവ ജീവിതമായിട്ടൊരു ബന്ധമില്ല, ക്രിസ്തുവിൻ്റെ സുവിശേഷം അയാൾ കേട്ടിട്ടില്ല. കിരേനക്കാരനായ ശിമയോൻ ഇങ്ങനെ അയാളുടെ കാര്യം നോക്കി നടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ കാര്യം നോക്കി നടക്കുകയാണ്. മേ ബി നമ്മൾ ക്രിസ്ത്യൻസ് ആവാം, അല്ലെങ്കിൽ ഈശോയുടെ വചനം നന്നായിട്ട് മനസ്സിലാക്കിയവരായിരിക്കാം. നമ്മുടേതായ രീതിയിൽ വിശുദ്ധിയിൽ നന്മയൊക്കെ ചെയ്ത് ആരെ ഉപദ്രവിക്കാതെ സ്വന്തം കാര്യമൊക്കെ നോക്കി നടക്കാതിരിക്കാം. നമ്മളായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. കിരേനക്കാരനായ ശിമയോൻ നാട്ടിൻപുറത്തോടെ നടക്കുന്നു. എന്നെ സംഭവിച്ചേ? അവർ അവനെ പിടിച്ചു നിർത്തി. ഓരോ സ്റ്റേറ്റ്മെൻറ്റും പിടിച്ചു നിർത്തി വായിക്കണം. ഈ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ കാര്യം നോക്കി നടക്കുകയാണ്. അയാളെ പിടിച്ചു നിർത്താൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്രതീക്ഷിതമായി വരുന്ന അപകടങ്ങളെക്കുറിച്ചായി പറയണേ. നിങ്ങൾ സമാധാനത്തോടുകൂടി പോകുന്നു, എന്തോ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു. ആരോഗ്യത്തോടുകൂടി പൊക്കോണ്ടിരിക്കുന്നു, ഒരപകടം വരുന്നു, രോഗം വരുന്നു. സമാധാനമായിട്ട് പോകുന്നു, കുടുംബത്തിനൊരു സംശയത്തിൻ്റെ വിത്ത്, ഒരു നിഴൽ പിശാച് ഇട്ടിട്ട് പോകുന്നു. നല്ല രീതിയിൽ നല്ല ബന്ധങ്ങളായിട്ട് ബന്ധങ്ങളൊക്കെ പോകുന്നു. ആരോ ഒരാൾ ഒരു ദുരാരോപണം, ഒരു തെറ്റായ അപഖ്യാതി പറഞ്ഞു പരത്തി തീർന്നു. സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ലൊരു പേരുണ്ടായിരുന്നു, നല്ലൊരു അന്തസ് ഉണ്ടായിരുന്നു, സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. ആരോ നിങ്ങളെക്കുറിച്ചൊരു കള്ളത്തരം പറഞ്ഞു, കള്ളക്കേസ് കൊടുത്തു. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ പിടിച്ചു നിർത്തി. നമ്മൾ ചിന്തിക്കും, ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ, എനിക്കെന്തിനാ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ, എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയത്? ശിമയോൻ്റെ മുമ്പിൽ ഒരു തടസ്സം വരികയാണ്. തീർന്നില്ല, കുരിശ് ചുമലിൽ വെച്ചു. ഒരു ഭാരം നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുകയാണ്, തോളയിലേക്ക് എടുത്തു വെക്കുകയാണ്. സ്വതന്ത്രമായി ജീവിച്ചൊരു ജീവിതമാണ്, വിശുദ്ധിയിൽ ജീവിച്ചൊരു ജീവിതമാണ്. എന്നാൽ ഒരു സഹനമിതാ, നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു കുരിശ് നിങ്ങളുടെ ചുമലിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഈശോയോട് പറയുകയാണ്, ഈശോയെ, ഇങ്ങനൊരു കുടുംബമല്ല ഞാൻ പ്രതീക്ഷിച്ചത്, ഇങ്ങനൊരു വ്യക്തിയല്ല ഞാൻ പ്രതീക്ഷിച്ചത്, ഇല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് ഇങ്ങനൊരു സ്വഭാവമല്ല ഞാൻ ആദ്യം കണ്ടത്. ഇപ്പോൾ എൻ്റെ ഈ മുമ്പോട്ടുള്ള സ്നേഹജീവിതം, എൻ്റെ മുമ്പോട്ടുള്ള സ്വൈര ജീവിതത്തെ നശിപ്പിക്കുന്ന രീതിയിൽ എന്നെ ഈ യാത്രയെ പിടിച്ചു നിർത്തി എൻ്റെ വഴി തടസ്സപ്പെടുത്തി ഇതാ എൻ്റെ ചുമലിലേക്കൊരു കുരിശെടുത്ത് വെക്കുകയാണ്. അവസാനത്തെ വാക്ക് ശ്രദ്ധിച്ചേ, യേശുവിൻ്റെ പിന്നാലെ ചുമന്നുകൊണ്ട് പോകാൻ നിർബന്ധിച്ചു. ആഗ്രഹമില്ല ഈ കുരിശും കൊണ്ട് നടക്കാൻ. യു ഡോണ്ട് ഡിസർവ് ഇറ്റ്. നമ്മളത് ഈശോയോട് പറയുന്നുണ്ട്, കർത്താവേ, ഇത് എന്നെ ഇങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിർബന്ധിക്കപ്പെടുകയാണ്. എന്ത് ചെയ്യും? ഇവിടെയാണ് അപ്രതീക്ഷിതമായ കുരിശുകൾ എന്ന് നമ്മൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ നമുക്ക് മനസ്സിലാവേണ്ടത്. ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു, ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുന്നു. പ്രഭാഷണ പുസ്തകം നമ്മൾ വായിച്ചതുപോലെ അപ്രതീക്ഷിതമായതൊക്കെ വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ ഐ ഡോണ്ട് ഡിസർവ് ഇറ്റ്. ഇങ്ങനൊരു തെറ്റിദ്ധാരണ ഞാൻ അർഹിക്കുന്നില്ല, ഇങ്ങനൊരു അനീതി ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാൻ സ്നേഹം കൊടുത്തു, ഞാൻ സഹായിച്ചു, ഞാൻ ഇതല്ല പ്രതീക്ഷിക്കേണ്ടത്, എനിക്ക് ഇതല്ല റിസൾട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിടിച്ചു നിർത്തി ചിലപ്പോൾ ചിലതൊക്കെ നിങ്ങളുടെ മേൽ നിർബന്ധത്തോടെ വെച്ച് കെട്ടപ്പെടാം. ചില കുരിശുകൾ നിങ്ങൾ ആഗ്രഹിക്കാഞ്ഞിട്ടും ഒഴിവാക്കണമെന്ന് വിചാരിച്ചിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ചില വ്യക്തികളുടെ രൂപത്തിൽ, ചില പ്രശ്നങ്ങളുടെ രൂപത്തിൽ, രോഗങ്ങളുടെ രൂപത്തിൽ, ചില തെറ്റിദ്ധാരണകളുടെ രൂപത്തിൽ, ചില നഷ്ടങ്ങളുടെ രൂപത്തിൽ വന്നേക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടഞ്ഞെറിഞ്ഞ് കളയാൻ തോന്നുമായിരിക്കും. പക്ഷേ കൊടഞ്ഞെറിയാൻ ശ്രമിക്കും തോറും ഒരു ഉടുമ്പ് മുറുകെ പിടിക്കുന്ന പോലെ ഈ വേദന നിങ്ങളിങ്ങനെ അള്ളിപ്പിടിക്കുന്നുണ്ടാകാം, നിർബന്ധിക്കുന്നുണ്ടാകാം മുന്നോട്ട് നീങ്ങാൻ. ഈശോയെ എനിക്ക് പറ്റുന്നില്ല നിങ്ങൾ പറഞ്ഞാലും ഉത്തരം കിട്ടാത്ത രീതിയിൽ നിങ്ങളവിടെ നിന്നു പോകുന്നുണ്ടാകാം. നിന്നു പോയാൽ ലക്ഷ്യത്തിലെത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ഈ 2ാമത്തെ ദിവസത്തെ ധ്യാനത്തിൽ മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് പറയുന്നത് ഈ ഒരൊറ്റ കാര്യത്തിലാണ്. മുന്നോട്ട് നീങ്ങേണ്ടത് ഒരു കാര്യത്തിലും ആയിരിക്കണം. ഈശോ മുമ്പിൽ നടക്കുന്നത് കണ്ട് ശിമയോൻ കുരിശെടുത്ത് അവൻ്റെ പിന്നാലെ നീങ്ങി. വെറുതെ നടന്ന കിരേനക്കാരനായ ശിമയോൻ ഒരു നിമിഷം കൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യനാവുകയായിരുന്നു. ലൂക്ക 9 നമ്മൾ വായിക്കുന്നുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അല്പസമയത്തേക്ക് ഇതാ ഈശോയുടെ കുരിശ് സ്വന്തം കുരിശായിട്ട് ഏറ്റെടുത്തുകൊണ്ട്, ഈശോയുടെ പീഡാസഹനം എൻ്റെ പീഡാസഹനമായിട്ട് ഏറ്റെടുത്തുകൊണ്ട്, ഈശോയുടെ പീഡാസഹനത്തിൽ പങ്കു ചേർന്നുകൊണ്ട്, എൻ്റെ പീഡകളിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ശിമയോനും കൂടെ ആ ഒരു അഡ്രസ്സിൽ, ആ ഒരു ഗ്രൂപ്പിൽ ആയിക്കൊണ്ട് ശിമയോൻ സ്വന്തം കുരിശ് പോലെ അതെടുത്ത് ഈശോയുടെ പിന്നാലെ നടക്കുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് വഴിയെ നടന്നവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറി. ഒറ്റ നിമിഷം കൊണ്ട് ആ വഴിയെ പോയവൻ ക്രിസ്തുവിൻ്റെ വഴി, ക്രിസ്തുവിൻ്റെ മാർഗം പിന്തുടരുന്നവനായി. കിരേനക്കാരനായ ശിമയോൻ അന്നു മുതൽ സാധാരണക്കാരനല്ല, നാട്ടുംപുറത്തുകാരനല്ല. ക്രിസ്തുവിൻ്റെ കുരിശെടുത്ത് ക്രിസ്തുവിൻ്റെ പിന്നാലെ സ്വന്തം കുരിശുമെടുത്ത് നടക്കുന്നവനെ പോലെ നടന്ന ഒരു വിശുദ്ധനായിട്ട്, ഒരു പുതിയ ക്രിസ്ത്യാനിയായിട്ട്, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ശിമയോൻ മാറുകയായിരുന്നു. അപ്രതീക്ഷിതമായ കുരിശുകളിലാണ് നീ ക്രിസ്തുവിനെ കാണാൻ പോകുക. പള്ളിയിലിരിക്കുമ്പോഴാവണമെന്നില്ല, പൊള്ളി നിൽക്കുമ്പോൾ ക്രിസ്തുവിനെ നീ കാണും. ഒരു പൊള്ളൽ പോലും ഏൽക്കാതെ നിന്നെ പൊതിഞ്ഞു പിടിക്കുന്ന ഈ പൊന്നു തമ്പുരാൻ മുന്നേ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നിൻ്റെ കുരിശുമെടുത്ത് നിനക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റണമെങ്കിൽ മുൻപിൽ ക്രിസ്തുവിനെ കാണണം. പൗലോസ്ലീഹ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്, എൻ്റെ പിന്നിലുള്ളതിനെല്ലാം വിസ്മരിച്ച് മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി മുന്നേറുന്നു. മുന്നേറാൻ ഒരു ശക്തി നിങ്ങൾക്ക് ഉണ്ടാവില്ല, പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല, ചേർത്ത് പിടിക്കാൻ ഒരാളില്ല, താങ്ങാൻ ഒരാളില്ല. മുമ്പിൽ പക്ഷേ ക്രിസ്തുവാണ്. വചനത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന ഈ ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് നിറയണം. എന്ത് വന്നാലും, ആരിട്ടേച്ച് പോയാലും, ആര് മാറ്റി നിർത്തിയാലും, എത്ര പീഡാസഹനങ്ങൾ അറിഞ്ഞുകൊണ്ട് കുരിശുകൾ നിങ്ങളുടെ മേലേക്ക് നിർബന്ധിച്ച് കെട്ടിവെക്കപ്പെട്ടാലും താങ്ങാൻ ഒരു ശക്തിയില്ലാതെ, മുന്നോട്ട് നയിക്കാൻ ഒരു സ്നേഹമില്ലാതെ, മുന്നോട്ട് നീങ്ങാൻ ഒരു പ്രചോദനവും കിട്ടാത്ത സമയത്തും മുൻപോട്ട് തന്നെ നീങ്ങണം. ആരെ നോക്കി? ക്രിസ്തുവിനെ നോക്കി. അവനെ നോക്കി ആകാശങ്ങളിലേക്ക് നിലവിളിക്കണം. ഈ ആകാശം ഒരു തൂണ് പോലും ഇല്ലാതെ താങ്ങി നിർത്തുന്ന കർത്താവേ, എൻ്റെ കുരിശ് താങ്ങാൻ പറ്റാത്ത എന്നെ നീ ഒന്ന് താങ്ങിക്കോടെ എന്ന് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുക. ഈ സഹനത്തെ അതിജീവിക്കാൻ ക്രൂശിതൻ കുരിശെടുത്ത് നടന്നവൻ നിങ്ങൾക്ക് ശക്തി നൽകും. അപ്രതീക്ഷിതമായത് വന്നതുപോലെ നിങ്ങൾ പേടിച്ച് നിൽക്കാതെ ഈ അപ്രതീക്ഷിതമായ കുരിശുകളിൽ ക്രിസ്തുവിനെ കണ്ടെത്താൻ ശ്രമിക്കുക. അവിടെ അവൻ്റെ ശിഷ്യനായിട്ട് മാറുക. പീഡാസഹനങ്ങൾ വരാം, വേദനകൾ വരാം, ഒറ്റയ്ക്കല്ല എന്നുള്ള ബോധ്യത്തിൽ വേണം മുന്നേറാൻ. റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നില്ലേ, ഒരിക്കൽ അവനോട് കൂടെ മഹത്വം അനുഭവിക്കേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡകൾ അനുഭവിക്കുന്നു. ഒരു ദിവസം അവൻ്റെ കൂടെ നമ്മൾ അനുഭവിക്കേണ്ട ഒരു മഹത്വമുണ്ട്, ആസ്വദിക്കേണ്ട ഒരു മഹത്വമുണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ ഈ പീഡാസഹനങ്ങളിൽ നമ്മൾ അവൻ്റെ കൂടെ ഒരുങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഭവനത്തിൽ ഒരാളെങ്കിലും ഈ കുരിശെടുത്ത് മുമ്പോട്ട് നടക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളിലൂടെ ഈ കുടുംബവും അനുഗ്രഹമായിട്ട് മാറും. ആർക്കും ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ ശക്തി ഉണ്ടാവില്ല, ആർക്കും താങ്ങാൻ ശക്തി ഉണ്ടാവില്ല. എല്ലാവരും മടുത്തു പോകുന്നുണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിൽ 4 പേര്, 3 പേരും മടുത്ത് കാണും, 3 പേരും പ്രാർത്ഥന അവസാനിപ്പിച്ച് കാണും, 3 പേരും ചിലപ്പോൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയി കാണും. കാരണം അത്ര വലിയ വേദനയാണ് നിങ്ങളുടെ കുടുംബത്തിൽ വന്നത്. പക്ഷെ നിങ്ങൾ ഒരാൾ മുട്ടുകുത്തി നിൽക്കാനല്ല, മുട്ടുകുത്തി നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടക്കാൻ തയ്യാറാണെങ്കിൽ, മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു കൃപയിൽ കാൽവെപ്പുകൾ മുന്നോട്ട് വയ്ക്കാൻ, ക്രിസ്തുവിനെ കണ്ട് നടക്കാൻ നിങ്ങൾ ഈ കുടുംബത്തിൽ ഒരാൾ തയ്യാറാണെങ്കിൽ നിങ്ങളിലൂടെ ആ കുടുംബം മുഴുവൻ അനുഗ്രഹമായിട്ട് മാറും. ശിമയോൻ കുരിശെടുത്ത് നടക്കാൻ തയ്യാറായപ്പോൾ അവൻ്റെ തലമുറയെപ്പോലും കർത്താവ് അനുഗ്രഹിച്ചായിട്ടാണ് നമ്മൾ വായിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ്ലീഹ ഈശോയെക്കുറിച്ച് ഒത്തിരി പ്രഘോഷിച്ച പൗലോസ്ലീഹ മനുഷ്യനെക്കുറിച്ച് എടുത്ത് പറയുന്ന സമയത്ത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അവസാനിക്കുമ്പോൾ 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ റൂഫസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ശിമയോനെക്കുറിച്ച്. പിന്നീടുള്ള വായന ഇങ്ങനെയാണ്, അവൻ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായിരുന്നു. ഈ റൂഫസിനെ കുറിച്ച്, അതായത് ശിമയോൻ കുരിശെടുത്ത് നടക്കാൻ തയ്യാറായപ്പോൾ, ക്രിസ്തുവിനെ നോക്കി നടക്കാൻ തയ്യാറായപ്പോൾ തലമുറയെ അടുത്ത ഒരു സുവിശേഷം, അടുത്ത റോമാക്കാർക്ക് ലേഖനത്തിൽ ഈ അപ്പസ്തോലനായ പൗലോസ്ലീഹ വിളിക്കുകയാണ് ദി എമിനൻറ്റ് റൂഫസ്, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായ. വചനം ഇങ്ങനെയാണ്, കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസ്. ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ എടുത്ത് വായിക്കണം, ദി എമിനൻറ്റ് റൂഫസ്. മലയാളത്തിലേക്കൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ
ഏറ്റവും ബഹുമാന്യനായ, ഏറ്റവും മിടുക്കനായ, ദൈവത്തിനേറ്റവും പ്രിയപ്പെട്ടവനായ റൂഫസ് എങ്ങനെ അവൻ്റെ അപ്പച്ചൻ ഈ കുരിശെടുത്ത് നടക്കാൻ തയ്യാറായി? എന്നിട്ട് പൗലോസിലെ പറയുന്നുണ്ട്, റൂഫസിൻ്റെ അമ്മയ്ക്കും എൻ്റെ വന്ദനം കൊടുക്കണം, അവൾ എൻ്റെയും അമ്മയാണെന്ന്. സുവിശേഷം എടുത്ത് നടക്കാൻ തയ്യാറായ, കുരിശെടുത്ത് നടക്കാൻ തയ്യാറായ ഒരാളെ സഭ നോക്കി വിളിക്കുകയാണ്, ഈ അമ്മ, ഈ കുടുംബം, ഈ അപ്പൻ ഞങ്ങളുടെയുമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയും നിങ്ങളെ നോക്കി വിളിക്കും. നിങ്ങൾ കുരിശെടുത്ത് നടക്കാൻ തയ്യാറാവുമ്പോൾ നിങ്ങൾ എൻ്റെ സ്വന്തമാണെന്ന്. പൗലോസ്ലീഹ ഈശോയുടെ സ്വന്തമായി മാറിയത് ആ വേദന ഏറ്റെടുക്കാൻ തയ്യാറായപ്പോഴാണ്. ആ സ്നേഹം ഇനി ഒരിക്കലും വിട്ടുപോകില്ല എന്ന് പറഞ്ഞപ്പോഴാണ്. നമുക്കും നമ്മുടെ മുമ്പിൽ വരുന്ന കുരിശുകൾ, അപ്രതീക്ഷിതമായ കുരിശുകളിൽ ക്രിസ്തുവിനെ കാണാൻ ശ്രമിക്കാം. അതിനൊരു കൃപ ലഭിക്കട്ടെ. വരുന്ന 2 ദിവസങ്ങളും കൂടുതൽ അനുഗ്രഹത്തോടെ, അഭിഷേകത്തോടെ കർത്താവിൻ്റെ വചനം കേൾക്കാനും ഈ നോമ്പുകാലത്തിൻ്റെ ഈ ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹത്തോടെ ജീവിക്കാനും ഈശോ നമ്മളെ സഹായിക്കട്ടെ. ഈശോയുടെ സാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.